ഡിവോഷൻ ഉണ്ടാവണം. ഒരു ഡിവോഷൻ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണമെങ്കിൽ അതിന് അറിവുണ്ടാവണം. ഈ അറിവില്ലാതെ പോയാൽ അതിലൊക്കെയുള്ള ആത്മാർത്ഥത വളരെ കുറവായിരിക്കും. അതാ പറഞ്ഞ ചതുർവിധ ഭജന്തേ മാം. 4 തരത്തിലുള്ള ആളുകൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. 4 തരം സ്വഭാവക്കാർ അമ്പലത്തിൽ പോകുന്നുണ്ട്. ആരൊക്കെയാ പോകുന്നത്? കണ്ടു, ശ്ലോകം നിങ്ങൾ കണ്ടു. 7-ാം അധ്യായത്തില് 16-ാം ശ്ലോകം. ചതുർവിധ ഭജന്തേ മാം ജനാ സുകൃതി അർജുന. ആരൊക്കെയാണ്? ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ആരൊക്കെയാണ്? നമ്മൾ അതിന്റെ ഓർഡർ ഒന്ന് മാറ്റുക. അർത്ഥാർത്ഥി. അർത്ഥാർത്ഥി എന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥിക്കുന്നവര്, കാര്യം നേടാൻ വേണ്ടി ഭക്തി കൊണ്ട് നടക്കുന്നവര്, സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എവിടെ പോകുന്നവര്? അമ്പലങ്ങൾ. അർത്ഥമാവുന്നത്, അർത്ഥത്തെ അർത്ഥിക്കുന്നവര്, പല സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ ദൈവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയാണ് എന്തു പറയാ? അർത്ഥാർത്ഥികള്. കുറേ കഴിഞ്ഞാൽ അർത്ഥാർത്ഥിയിൽ നിന്നും അവരാരായി? ആർത്തന്മാരെ. ആർത്തൻ എന്ന് പറഞ്ഞാല് വേദനകളും ആർത്തനാദം, ആർത്തരോധനം. ആർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദനകള്, വിഷമങ്ങള്, പ്രയാസങ്ങള്. ഇത് പറയാനുള്ളൊരു സ്ഥലമായി ഏത് മാറും? നിങ്ങൾ നോക്കൂ, ചെറുപ്പക്കാരൊക്കെ അർത്ഥാർത്ഥികളാവും, പ്രായമായവർക്ക് വിഷമങ്ങൾ പറയാൻ, ആ രോഗം, ഈ അസുഖം, അവിടുത്തെ വിഷമം, ഈ വിഷമങ്ങൾ പറയാൻ വേണ്ടി അമ്പലത്തിൽ പോകും. ഉണ്ടോ? അവര് ആർത്തന്മാരാവും. ആരാവും? അർത്ഥാർത്ഥികളും ആർത്തന്മാരും. പൊതുവെ നമ്മൾ അമ്പലങ്ങളിൽ കാണുന്നത് ഈ 2 കൂട്ടരെയാണ്. ആരൊക്കെ? കുറേ കാര്യസാധ്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരും, പിന്നെ കുറേ വിഷമങ്ങളും ദുഃഖങ്ങളും പറയുന്നവരും. ഈ 2 കൂട്ടരാണ് ജനറലി നമ്മൾ കാണുക, അല്ലേ? ആണോ അല്ലയോ? കുറേ സങ്കടം പറയാൻ പോകുന്നവര്, കുറെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്. എന്നാൽ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതാരാണ്? ജിജ്ഞാസു. ആരാണ് ജിജ്ഞാസുക്കള്? എനിക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനോട് അടുക്കണം, ഭഗവാനോട് കൂടുതൽ അടുക്കണം, ആ ശക്തി, ഭഗവത് ശക്തി എനിക്ക് കിട്ടണം, യഥാർത്ഥമായ സ്നേഹം എനിക്ക് കണ്ടെത്തണം. ഇപ്പം മനുഷ്യന്റെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹമല്ല ഉള്ളത്. ഇപ്പോൾ ഉള്ള സ്നേഹത്തിന്റെ പേര് സ്വാർത്ഥ സ്നേഹം എന്നാണ്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതീന. ഒരു പയ്യൻ ഒരു പെണ്ണിനെ പ്രേമിക്കുമ്പോൾ ഈ പെണ്ണിന്റെ വിചാരം എന്താണ്? ഇവൻ എന്നെ സ്നേഹിക്കണമെന്നാണ്. പക്ഷെ അവന്റെ സ്വാർത്ഥ സുഖങ്ങൾക്ക് വേണ്ടി അവൻ കാണിക്കുന്ന ചില അഭിനയങ്ങളാണ് ഇത് ഈ സ്നേഹം എന്ന് പറയുന്നത്. ആത്മനസ്തു കാമായ. ആത്മനസ്തു അവനവന്റെ കാമങ്ങൾ, അവനവന്റെ ഇന്ദ്രിയ സുഖങ്ങൾ കിട്ടുന്നതിന് വേണ്ടി, അത് അനുഭവിക്കുന്നതിന് വേണ്ടി മറ്റൊരാളോട് കാണിക്കുന്ന ചില എന്താ പറയാ അടുപ്പത്തിന്റെ പേരാണ് പൊതുവെ സ്വാർത്ഥ സ്നേഹം. ഏത് സ്നേഹം? കുറെ കഴിഞ്ഞാൽ സ്നേഹം ആത്മാർത്ഥമല്ല അവിടെ. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ തീവ്രതയും, നീ ചക്കരയാണ്, മുത്താണ്, പൊന്നാണെന്നൊക്കെ പറഞ്ഞ ദശരഥൻ കൈകേയിയെ കല്യാണം കഴിച്ച് ആ 2 വരം ചോദിച്ചപ്പോ നീ പുല്ലാണ്, നീ അതാണ്, ഇതാണ്, നീ എന്റെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് അനർത്ഥാണ്, ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള വരികളില്ലേ? ഉണ്ടോ? എവിടെ പോകുമ്പോഴും കൈകേയിയുടെ തോളിൽ കൈവച്ച് കൊണ്ടുപോയ ദശരഥന് 2 വരം ചോദിച്ചതോടുകൂടി ആ കൈകേയി കാണുന്നതേ അനർത്ഥമായി തീർന്നു. ആണോ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ അതുവരെയുള്ള സ്നേഹമൊക്കെ ആത്മാർത്ഥമായിരുന്നോ അതോ സ്വാർത്ഥമായിരുന്നോ? പറയൂ. എല്ലാം സ്വാർത്ഥതയിൽ. ഈ സ്വാർത്ഥത്തെ ആത്മാർത്ഥമായി കാണാൻ ആൾക്കാർ. അപ്പൊ ഇവിടെയാണ് ഭഗവാനോട് അടുക്കുന്നതാണ് ശരിയായ സ്നേഹം. അപ്പോഴാണ് നമ്മളിൽ നിസ്വാർത്ഥ സ്നേഹം വരിക. എന്താണ്? സ്വാർത്ഥ സ്നേഹവും നിസ്വാർത്ഥ സ്നേഹവും തമ്മിൽ വ്യത്യാസം എന്താ? സ്വാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നതാണ്, മുതലെടുക്കുന്നതാണ്. ഏത്? സ്വാർത്ഥ സ്നേഹം. അത് ഈ പശുവിനെ നമ്മൾ വളർത്തുന്ന പോലെയാണ്. നമ്മൾ പശുവിനോട് കാണിക്കുന്ന സ്നേഹം എന്തിനു വേണ്ടിയുള്ള സ്നേഹ?
പശുവിനോട് കാണിക്കുന്ന സ്നേഹം, അതിന് പിണ്ണാക്ക് കൊടുക്കും, അതിന് പുല്ല് കൊടുക്കും, അതിന് രോഗം വന്നാൽ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ സ്വാർത്ഥം നടക്കാനാണ്. എന്നതിന്റെ കറവൊക്കെ പറ്റിയോ, ഇനി അത് പ്രസവിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയോ, പിന്നെ ഇനി അത് പ്രസവിക്കില്ല എന്ന് ഉറപ്പ് വന്നാൽ പിന്നെന്ത് ചെയ്യും? ഇനി തനിക്ക് അതിൽ നിന്ന് യാതൊരു പ്രയോജനം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊടുത്തു. അത്രയല്ലേ ഉള്ളൂ. ഇനി ഇന്നത്തെ കല്യാണം അന്നത്തെ പശുവിനെ വളർത്തലും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഈ പെണ്ണിനെ കൊണ്ട് ഇനി എനിക്ക് വലിയ പ്രയോജനം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഈ പയ്യനെ കൊണ്ട് എനിക്ക് വലിയ പ്രയോജനം ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇതിപ്പം കാമുകനെ വെച്ചിട്ട് ഭർത്താവിനെ കൊല്ലുന്നവരില്ലേ? പത്രത്തിൽ വായിക്കാറില്ലേ? ഉണ്ടോ? എനിക്ക് അവനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല, എനിക്ക് ഈ പെണ്ണിനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് കാണുമ്പോൾ പ്രയോജനമുള്ള വേറെ ഒന്നിന് പിന്നാലെ പോകും. ഉണ്ടോ? മനുഷ്യൻ ചെയ്യുന്നുണ്ടതൊക്കെ. ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഈ സ്നേഹമൊക്കെ സ്വാർത്ഥ സ്നേഹമാണോ സത്യസന്ധമായ സ്നേഹമാണോ? എന്നാൽ ഒരു അനുഷ്ഠാനം കൊണ്ടു നടക്കുമ്പോൾ ആ സ്നേഹം എന്തായി? നിസ്വാർത്ഥ സ്നേഹം. നിസ്വാർത്ഥ സ്നേഹം മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നതല്ല, മറ്റൊരാളെ കൈപിടിച്ച് ഉയർത്തുന്നതാണ്. അവിടെ ഇങ്ങോട്ടെന്ത് കിട്ടും എന്നുള്ളതല്ല, തനിക്ക് മറ്റൊരാളെ ഉയർത്താൻ, അതിന് ആ ഒരു രസം കിട്ടണമെങ്കിലല്ലോ നിങ്ങളുടെ അനുഷ്ഠാനത്തിൽ അത്രയും ഒരു സുഖം കണ്ടെത്തണം. കാരണം നമ്മള് ശ്രദ്ധിക്കുക, നിങ്ങൾ അവനവനിലുള്ള സുഖം പങ്കുവെക്കുന്നതിന്റെ പേരാണ് നിസ്വാർത്ഥ സ്നേഹം. സുഖത്തിന് വേണ്ടി മറ്റൊരാളെ പ്രയോജനപ്പെടുത്തുന്നതിന്റെ പേരാണ് ഏത് സുഖം? സ്വാർത്ഥ സുഖം. ഇന്ന് ഈ ഭൂമിയിൽ കൂടുതലും ഏത് സ്നേഹമായിരിക്കും? സ്വാർത്ഥ സ്നേഹമായിരിക്കും. കാരണം എല്ലാവരും സുഖം അവനവന്റെ ഉള്ളിൽ ഇല്ലാത്തവരാണ്. അവനവന്റെ ഉള്ളിൽ മനസ്സ് സുഖത്തിലല്ല. അപ്പം മറ്റൊരാളിൽ നിന്നും തനിക്ക് സുഖം കിട്ടാൻ വേണ്ടി, സുഖത്തിന് വേണ്ടി കൂടും. നേരെ മറിച്ച് നിങ്ങൾ ദിവസവും ജപിക്കുക, ദിവസവും നിങ്ങൾ നാമത്തിൽ മുഴുകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സുഖം കൂടും. അതെങ്ങനെയാണ്? മനസ്സ് നാമത്തിൽ ലയിക്കും തോറും, മനസ്സ് നാമത്തിൽ മുഴുകും തോറും ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ആത്മസുഖത്തിന്റെ ശക്തി കൂടും. നാരായണ ഗുരുദേവനൊക്കെ പറയും, ആഴണം വാഴണം നിൻ മഹസാമാഴിയിൽ, വാഴണം വാഴണം സുഖം. അപ്പൊ സുഖം എവിടെയുണ്ട്? മനസ്സ് ലയിക്കുമ്പോൾ എന്ത് കിട്ടും? മനസ്സൊരു കാര്യത്തിൽ ലയിക്കുമ്പോൾ എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. ഉറക്കത്തിൽ മനസ്സ് ലയിക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു സുഖം കിട്ടുന്നുണ്ട്, ഇല്ലേ? മൊബൈലിൽ ലയിക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? ഇത് നമ്മൾ പഠിക്കുന്നില്ല. അതായത് നാമത്തിൽ മനസ്സ് ലയിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണം മനസ്സ് നാമത്തിൽ ലയിക്കാൻ കഴിവുള്ളവര് വളരെ കുറവാണ്. അത് നമ്മൾ പഠിച്ചെടുത്തിട്ടില്ല. അപ്പൊ നമ്മളിത് പരിശീലിച്ചെടുക്കണം. ഏത്? നാമത്തിൽ മനസ്സിനെ ലയിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ കിട്ടുന്ന സുഖത്തിന്റെ പേരാണ് ആത്മസുഖം. അങ്ങനെ ഒരു സുഖത്തിലേക്ക് മനസ്സുയർന്നാൽ പിന്നെ നിങ്ങൾ മറ്റുള്ളവരെയും എന്ത് ചെയ്യും? കൈപിടിച്ചുയർത്തും. കൈപിടിച്ചുയർത്തുന്ന സുഖത്തിന്റെ പേര് നിസ്വാർത്ഥ സുഖം, ആത്മീയ സുഖം. അവനവന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, ആ സുഖത്തിന്റെ പേര് സ്വാർത്ഥ സുഖം. സ്വാർത്ഥ സുഖം കുറെ കഴിഞ്ഞാൽ മടുത്തു പോകും. സ്വാർത്ഥ സുഖം കുറെ കഴിഞ്ഞാൽ, കാരണം രണ്ട് സ്വാർത്ഥതയ്ക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറയൂ സാധ്യല്ല. ഓരോരുത്തരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരാളോടുള്ള ഇഷ്ടം ക്രമേണ അവർക്ക് പറയൂ കുറഞ്ഞു 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 കുറഞ്ഞ് പോവും. ഉണ്ടോ ഇല്ലയോ? അവരവരുടെ സ്വാർത്ഥതയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ പിന്നെ മറ്റേ ആൾക്കും മനസ്സിലാവും ഇവരെ സ്വാർത്ഥരാണ്, ഞാൻ എന്തിനാ ഇനി അവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? കുറെ കഴിഞ്ഞാൽ മനുഷ്യർക്കത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വളർത്തി വീണ്ടും നിങ്ങളെ വല്ലാതെ ഇങ്ങോട്ട് ഉപദ്രവിക്കുകയാണ്. അപ്പൊ കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പ് വരും, വിട്ടിട്ട് പോവും മനുഷ്യൻ. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഇപ്രകാരം മനുഷ്യ ജീവിതത്തിൽ
മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഈ അർത്ഥാർത്ഥിയിൽ നിന്നും ആർത്തനിൽ നിന്നും ആരിലേക്ക് വരണം? ജിജ്ഞാസുവിലേക്ക് വരണം. ആരാ ജിജ്ഞാസു? കൂടുതൽ ഭഗവാനോട് അടുക്കണം. അതെങ്ങനെ അടുക്കുക? അതിനാണ് നമ്മൾ സത്സംഗങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ അടുക്കുന്നത്. അനുഷ്ഠാനം വേണം. എന്ത് വേണം? ഡെയിലി കുറച്ചു നേരം ഇരുന്ന് നാമം ജപിച്ച് മനസ്സിനെ നാമജപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. കുറെ കഴിഞ്ഞാൽ അവരാരായി? ജ്ഞാനീച്ച ഭരസർഷഭ. ആരായി? ജ്ഞാനീ ഭക്തരായി. ആരാ ജ്ഞാനീ ഭക്തര്? കുറെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടും ഭഗവാൻ എവിടെയുണ്ട്. നിങ്ങൾക്ക് ആ അനുഭവം കൊണ്ട് മനസ്സിലാവും ആരാണ് ഭഗവാൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ എന്ന് പറയണമെങ്കിൽ നിങ്ങളെ ഉണർത്തുന്ന ഒരു അനന്ത ബോധമുണ്ടെന്ന്. ഇപ്പൊ നമുക്ക് നമ്മളെ മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മളാണ് നമ്മളെ വലുതായി കാണുന്നത്. ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ നമ്മൾ അങ്ങനെ അത് സത്യമായി കണ്ടുപോയി. കാരണം ചെറുപ്പത്തിലെ ഞാൻ 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 എന്ന് പറഞ്ഞ് ഞാനാണ് വലുതെന്ന് കാണുന്നത്. എന്നാൽ നിങ്ങൾ അനുഷ്ഠാനം ചെയ്യുന്നതോറും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിലെ ഞാൻ നിലനിൽക്കണമെങ്കിൽ ഈ ഞാനിനെ ഉണർത്താൻ അനന്തമായൊരു ബോധം വേണം. ബോധമില്ലെങ്കിൽ ആരില്ല? ഞാനില്ല. അപ്പൊ ഞാനെന്ന് പറയുന്നത് ആ ഒരു അനന്തബോധത്തിന്റെ ഒരു അംശമാണെന്ന് തെളിഞ്ഞു കിട്ടുന്നതിന്റെ പേരാണ് ജ്ഞാനം. ഇപ്പോ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കണോ? കുറെ കഴിഞ്ഞാൽ നിങ്ങൾ ബോധത്തിന്റെ ഒരു അംശമാണെന്ന് തിരിച്ചറിയുന്നു. അപ്പൊ നമുക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കാരണം ഞാനെന്ന് പറയുന്നത് ഭഗവാനാകുന്ന ബോധത്തിന്റെ ഒരു അംശമാണെന്ന് എന്ന് നമ്മുടെ ഉള്ളിൽ വ്യക്തതയോടെ തെളിഞ്ഞു കിട്ടുന്നു. അപ്പോഴാണ് നമ്മുടെ ഭക്തിയിലൊക്കെ മാറ്റം വരിക. പിന്നെ നിങ്ങൾ ഭഗവാനെ അന്വേഷിച്ചു പോകില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെ ഭഗവാന്റെ ഒരു അംശമാണെന്ന്. പക്ഷെ ഇതിലേക്കൊക്കെ എത്താൻ കുറെ മെനക്കെടലുണ്ട്. ഇതിലേക്ക് അങ്ങോട്ട് എത്തിക്കിട്ടൽ എളുപ്പമല്ല. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ വെച്ചപ്പോ നിങ്ങൾ റൂമിനകത്ത് വാതിലൊക്കെ അടച്ചിട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ആ വീടിനകത്തുള്ള സ്പേസ് മാത്രമേ കാണുന്നുള്ളൂ. ഇത് മാത്രം കണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് പുറത്ത് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്ന് അറിയുന്നില്ലെങ്കിൽ, ഇപ്പൊ ജയിലിലൊക്കെ കിടക്കുന്ന കുറ്റവാളികളൊക്കെ കണ്ടില്ലേ, ഇല്ലേ? അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സ്വാതന്ത്ര്യമില്ല. അവരെ ലോക്കിട്ട് അഴിക്കുള്ളിലിട്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ ഒരു ദിവസം അങ്ങോട്ട് പുറത്തേക്ക് വിടുമ്പോഴാണ് ഈ വ്യക്തിക്ക് മനസ്സിലാവുക ഞാൻ ഈ ചെറിയ മുറിയിൽ കിടക്കുന്ന ഒരാളല്ല, എനിക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെ ഇപ്പം നമ്മൾ ഞാൻ 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 എൻ്റെ പ്രശ്നം എൻ്റെ ജീവിതം എൻ്റെ ശരീര പ്രശ്നം ഇതിലിങ്ങനെ ചെറിയ മുറിക്കകത്ത് ഇങ്ങനെ കുരുങ്ങിക്കിടക്കണം, നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസം നിങ്ങൾ ഈ ജപിച്ച് ഒരു അനന്തബോധത്തിന്റെ ഒരു ഭാഗമാണ് ഞാനെന്ന് വ്യക്തമായി കാണുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ സ്വതന്ത്രമായ ഒരു മനസ്സിനെ നിങ്ങൾ കാണാൻ തുടങ്ങും. ഞാനെന്തിനാ ദുഃഖിച്ചിരിക്കുന്നത്? കാരണം എനിക്ക് ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനുള്ള ഒരു കഴിവും ഒക്കെ ഉണ്ടല്ലോ എൻ്റെ ഉള്ളില്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ല. നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിക്കുന്നത് പാരതന്ത്ര്യമാണ്. ഏതാണ്? നമ്മളിപ്പോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പട്ടുനൂൽ പുഴുവിന്റെ സ്വാതന്ത്ര്യം പോലെയാണ്. ഈ പട്ടുനൂൽ പുഴുവിന്റെ സ്വാതന്ത്ര്യം എന്താണ്? അതിങ്ങനെ നൂല് നോക്കുമ്പോൾ അതിന്റെ വിചാരം എനിക്കിങ്ങനെ നൂലൊക്കെ നൂൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ്. പക്ഷെ ഈ പുഴു അറിയുന്നില്ല ഞാൻ ഈ എന്താണ് നെയ്തെടുക്കുന്ന ഈ നൂല്, അല്ലെങ്കിൽ ഈ ഉരുട്ടി ഉണ്ടാക്കുന്ന ഈ നൂല് എന്നെ തന്നെ ഒരു കൂട്ടിനകത്തേക്ക് കുരുക്കിയിടുകയാണെന്ന് ആരറിയുന്നില്ല. ഇതുപോലെ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എന്തും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളെ കുരുക്കിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. കുറെ പ്രായമാകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകളും
ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും. അപ്പൊ എന്തു പറ്റി? ഈ ചിന്തകൾക്കുള്ളിൽ നമ്മൾ ഒരു പുഴുവിനെ പോലെ കുരുങ്ങിപ്പോയി. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാനൊരു പട്ടുനൂൽ പുഴുവിന്റെ പണി ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം? അനുഷ്ഠാനങ്ങളെ കൊണ്ട് ഞാൻ ഈ ചിന്തകളിൽ നിന്നൊക്കെ പറയൂ പുറത്ത് കടക്കണം. അപ്പോഴാണ് മനസ്സ് സ്വതന്ത്രമാവുന്നത്. ഇപ്പോൾ മനസ്സ് സ്വതന്ത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രമാണ്. പക്ഷെ നിങ്ങളെ പാരതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെ അഴിയിലേക്ക് കൊണ്ടുപോകുന്ന, അതായത് ദുഃഖത്തിന്റെ ചുഴിയിലേക്ക് കൊണ്ടുപോകുന്ന സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സ് കൊണ്ടു നടക്കുന്നത്. മനസ്സിലായില്ലേ? ഈ തരത്തിലൊക്കെ കഥകളെ നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടാൽ നമുക്ക് ജീവിതം മാറ്റിമറിച്ചെടുക്കാനുള്ള സന്ദേശങ്ങൾ ഭാഗവതത്തിന്റെ കഥയിൽ നിന്നും എടുക്കാം. ഇവിടെ നമ്മൾ ഇനി കാണാൻ പോകുന്ന കഥ കൃഷ്ണന്റെ കല്യാണമാണ്. കൃഷ്ണന്റെ കല്യാണമാണെങ്കിൽ ഇന്നലെ നമ്മൾ രുക്മിണി സ്വയംവരം കണ്ടു. കൃഷ്ണനാണെങ്കിൽ മൊത്തം എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? എല്ലാവരും കളിയാക്കും കൃഷ്ണനെ. കാരണം സാധാരണ ഒരു കല്യാണമൊക്കെയാണ് എല്ലാവരും. ഇവിടെ കൃഷ്ണനാണെങ്കിലോ എത്ര കല്യാണം കഴിച്ചു? എത്ര? 16,008 കല്യാണം. നമ്മുടെ ഹിന്ദുക്കൾ ഇതൊക്കെ കേൾക്കണം കേട്ടോ. കാരണം നിങ്ങൾ കഴുതകളായി മാറരുതേ, ലേശം ബോധമുള്ളവരായി മാറണം. ഈ കഴുതകൾ എന്ന് പറഞ്ഞല്ലോ, കഴുതയ്ക്ക് അറിയില്ലേ അതിന്റെ പുറത്ത് ഏറ്റി വെച്ചിരിക്കുന്ന ഭാരം എന്താണ്. അതുകൊണ്ടാണല്ലോ പൂന്താനം പാടിയത്, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്ന ഗർദ്ധഭം എന്നൊരു വാക്ക്. ഇതുപോലെയാണ് ഈ കഥകളൊക്കെ നമ്മുടെ തലയിൽ വെച്ചിരിക്കുകയാണ്. ഇത് ചുമക്കുന്ന കഴുതകളാണ് ഇപ്പൊ നമ്മൾ. ഈ കഥകൾ ചുമക്കുന്നൊരു കേട്ടില്ല, കഴുതകളായി നമ്മൾ മാറരുത്. നമ്മുടെ ജോലി എന്താണ്? ആ കഥകൾക്കുള്ളിൽ നിന്നും അതിന്റെ സാരത്തെ, തത്വത്തെ നമ്മൾ പഠിക്കണം. അപ്പൊ കൃഷ്ണന്റെ 16,008 കല്യാണത്തിൻ്റെ ഉള്ളിലും എന്തുണ്ടാവണം? അവർക്ക് പറയൂ, ഒരു സാരമുണ്ടാവും. അതറിയാതെ ഈ കഥയും കൊണ്ട് നടന്നാൽ നമ്മൾ ആരാണ്? ആ സാരത്തെ അറിയാതെ ഈ കഥയും കൊണ്ട് നടന്നാൽ നമ്മൾ ആരാണ്? പറയൂ, കഴുതകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴുതകളായി മാറരുത്. കഥ ചുമക്കുന്ന കഴുതകളാണ് ഇപ്പൊ നമ്മൾ ഹിന്ദുക്കള്. പറയൂ, ആരാ ഹിന്ദുക്കള്? പറയാൻ നിങ്ങൾക്ക് ഇത്തിരി വിഷമമുണ്ടാവും. കഥ ചുമക്കുന്ന കഴുതകളാണ് ആര്? ഹിന്ദുക്കള്. കേട്ടുവോ? കേട്ടുവോ നിങ്ങള്? അപ്പൊ കഥ ചുമക്കുന്ന ആരായി മാറരുത്? കഥ ചുമക്കുന്ന കഴുതകളായി നമ്മൾ മാറരുത്. അതിന്റെ സാരം ഗ്രഹിക്കുന്ന തേനീച്ചകളായി മാറണം. ഒരു പൂവിൽ ചെന്നിരിക്കുന്ന തേനീച്ച എന്താ ചെയ്യുക? അതിൽ നിന്ന് തേനാകുന്ന സാരത്തെ ഗ്രഹിക്കും. ഉണ്ടോ? ഇതുപോലെ കഥയുടെ ഉള്ളിലെ തത്വത്തെ നമ്മൾ ഗ്രഹിക്കണം. അതിന് നിങ്ങൾ പഠിക്കണം, മെനക്കെടണം. ഇതൊന്നും നമ്മളെ ആരും പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഈ കഥയും പറഞ്ഞ് നടക്കുന്നത്. നിൽക്കട്ടെ, 16,008 ഭാര്യമാരെ കൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കില്ലേ ഇതൊക്കെ സാധ്യമാണോന്ന്? അത് വിശ്വസിക്കാൻ പറ്റുമോ? പറയൂ, 16,008 ഭാര്യമാരെ കല്യാണം കഴിക്കാനുള്ള സാധ്യത ഉണ്ടോ? എന്നാ ഭാഗവതത്തിൽ പറയുന്നു കെട്ടിയിട്ടുണ്ട് എന്ന്. 16,008 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ യുക്തി കൊണ്ട് ചോദിക്കണം, അതെന്തേ 16,007 കല്യാണം കഴിക്കാഞ്ഞത്? അല്ലെങ്കിൽ 16,009 അല്ലെങ്കിൽ 15,000 വെച്ചായിരുന്നില്ലേ? ഇതിനെ ഈ 16,000 തന്നെ? ഇത്തരം കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തത്വം പറയാനുള്ള, സാരം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഥകളെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്തു പറയാൻ? ചില തത്വങ്ങൾ പറയാനാണ്. അല്ലെങ്കിൽ 16,007 കല്യാണം കഴിച്ചൂടെ? എന്തിനാ 16,008 എന്ന് കൃത്യം തന്നെ പറഞ്ഞത്? 8ന്റെ ഒരു കണക്ക് എന്താണ് അപ്പം? അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ ചിന്തിക്കില്ല, അതാണ് നമുക്കൊക്കെ ഉള്ള കുഴപ്പം. നിങ്ങൾ ഈ കഥകളൊക്കെ കേട്ട് നേരത്തെ പറഞ്ഞ ആരെ പോലെ പറയില്ലേ? നിങ്ങൾ ആരെ പോലെ?
കഴുതകളെ പോലെ പോവാണ്. കഥ ചുമക്കുന്ന കഴുതകളാണ് ഹിന്ദുക്കള്, മറക്കരുത്. ആരാ ഹിന്ദുക്കള്? കുറെ കഥകൾ ചുമക്കുന്ന കഴുതകളായി നമ്മൾ മാറിപ്പോകരുത്. ആ കഥകൾക്കുള്ളിൽ നിന്നും എന്തെടുക്കണം? സാരത്തെ എടുക്കണം. നിൽക്കട്ടെ. ഈ 16,008 കല്യാണത്തില് കുറച്ച് കല്യാണത്തെ കുറിച്ചൊക്കെ ഭാഗവത്തിൽ വിസ്തരിക്കുന്നുണ്ട്. ആദ്യം കൃഷ്ണന്റെ രുക്മിണി സ്വയംവരം കഴിഞ്ഞു. ഇനിയുള്ള കല്യാണം ആര് തമ്മിലൊക്കെയാണ്? അപ്പൊ അതിന്റെ ഒരു കഥ പറയുന്നത് സെമന്തക രത്നത്തിന്റെ കഥയാണ്. പണ്ട് സത്രാജിത്ത് എന്ന് പറയുന്ന ഒരു യാദവന് സൂര്യോപാസനയിലൂടെ കിട്ടിയ രത്നമാണ് സെമന്തകമണി. ഈ രത്നത്തിന് 8 ഭാരം സ്വർണം തരാനുള്ളൊരു കഴിവുണ്ട് എന്ന് മാത്രമല്ല അത്യുജ്വല പ്രകാശം. അപ്പൊ ഈ സത്രാജിത്തിന്റെ വീട്ടിൽ സ്വർണം കുമിഞ്ഞു കൂടി. എന്നാണ് ഈ സ്വർണത്തിന്റെ വില നോക്കൂ നിങ്ങൾ, അടുക്കാൻ പറ്റുമോ? അയാളുടെ വീട്ടിലെ പൈപ്പുകൾ പോലും സ്വർണത്തിന്റെയാണ്. കാരണം സ്വർണത്തിന് യാതൊരു പഞ്ഞില്ല, വീട്ടിൽ അത്ര സ്വർണം. അപ്പൊ ഈ പൈസയൊക്കെ വന്നപ്പോ ഒരു വേറെ പ്രശ്നം. ഈ പൈസ വന്ന വേറെ പ്രശ്നമുണ്ട്. നാട്ടുകാരെ ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഉറക്കണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇദ്ദേഹം സ്വർണ്ണ കിരീടങ്ങളും സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് കുറെ ആളുകളൊക്കെ സെർവൻസിനെയൊക്കെ വെച്ച് റോഡിൽ കൂടെയൊക്കെ നടക്കും, പല്ലക്കൽ പോവും. കാരണം ആളുകൾ വിചാരിക്കണം ഇയാളൊരു നാട്ടിലെ വലിയ പ്രമാണിയാണ്. കാരണം പൈസയൊക്കെ ഉണ്ടല്ലോ. ഈ യാദവൻ നോക്കുമ്പോ നാട്ടുകാർക്കൊക്കെ പൈസയ്ക്ക് കാര്യമുള്ളതുകൊണ്ട് ഇയാളെ വലിയ വില വെച്ചു. പക്ഷെ കൃഷ്ണൻ തീരെ വില വെച്ചില്ല. ആരെ? സത്രാജിത്തിന്. അപ്പൊ സത്രാജിത്തിന്റെ ഒരു ഉള്ളിലൊരു വിചാരം, കൃഷ്ണൻ എങ്ങനെയാണ് എന്നെ ഒന്ന് വില വെക്കുക? കാരണം എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ പൈസ ഉണ്ടായിട്ട് കൃഷ്ണൻ പുല്ല് വരിക്കുകയാണ് എന്നെ കാണുന്നത്. തീരെ വില വെച്ചിട്ടില്ല. സീതാദേവി രാവണനോട് സംസാരിക്കുന്ന പോലെ രാവണൻ വലിയ കിരീടവും വലിയ പ്രതാപത്തിലൊക്കെ സീരിയുടെ മുന്നിൽ വരും. സീതാദേവി എന്ന് വെച്ചാൽ ഒരണക്കപ്പുല്ല് പറച്ചും മുന്നിൽ കണ്ടിടും. എന്നിട്ട് ആ പുല്ല് നോക്കിയിട്ടാണ് രാവണനോട് സംസാരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? രാവണനെ ആരായി കണ്ടിട്ട്? രാവണനെ ആരായി കാണുന്നു? പുല്ലായി. അതിനുശേഷമാണ് ഈ പ്രയോഗം വന്നത്, നീ ഒരു പുല്ലാണ് എന്നുള്ളത്. അത് തുടങ്ങി വെച്ചത് ആരാണ്? സീതാദേവിയാണ്. എന്നതുപോലെയാണ് ഇവിടെ ഈ സത്രാജിത്തിന് അര പൈസയുടെ വില കൊടുത്തില്ലേ കൃഷ്ണൻ. അപ്പൊ സത്രാജിത്തിന് അത് വല്ലാത്തൊരു വിഷമം. സത്രാജിത്ത് ഒരു ദിവസം കൃഷ്ണനെ കാണാൻ വേണ്ടി ദ്വാരകയിൽ വന്നപ്പോ ദ്വാരകയിലുള്ള എല്ലാവരും പറഞ്ഞു, അയ്യോ സത്രാജിത്ത് വരുന്നുണ്ട്, സത്രാജിത്ത് വരുന്നുണ്ട്, സൂര്യദേവനെ പോലെ വരുന്നുണ്ട്. കാരണം തലയിലൊക്കെ കിരീടവും ആഭരണങ്ങളൊക്കെ ഇട്ട്. ഭഗവാൻ പറഞ്ഞു, ഏയ് നമ്മുടെ സത്രാജിത്താണ്. കൃഷ്ണൻ ഒരു വിലയും കൊടുത്തില്ല. പിന്നെ സത്രാജിത്ത് വന്ന് തൻ്റെ പ്രതാപങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോ കൃഷ്ണൻ സത്രാജിത്തിനോട് പറഞ്ഞു, സത്രാജിത്തെ, ഈ മണി കയ്യിൽ വെക്കുന്നത് സുരക്ഷിതല്ല. ഒന്നാമത് നാട്ടിലൊക്കെ കള്ളന്മാര് ധാരാളം കൂടുതലാണ്. ഇപ്പോഴത്തെ കള്ളന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കള്ളന്മാരൊന്നല്ല. ഒരു വീട്ടില് രാത്രി കടന്നുറങ്ങി രാവിലെ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ്, എടി നമുക്കൊരു ഫ്രണ്ട് ഡോർ ഉണ്ടായിരുന്നില്ലേ എന്ന്. അതെ, അത് കാണാനില്ല. അത് നല്ല തേക്കിന്റെ 5 ലക്ഷം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഇതായിരുന്നു അത്രേ, കൊത്തുപണി. കാലത്ത് നോക്കുമ്പോൾ ഗ്യാസ് കട്ടർ വെച്ചിട്ട് കട്ടലയോടുകൂടി കൊണ്ടുപോയിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഇപ്പോഴത്തെ ലോകത്തിൽ ഇതൊന്നും സാധ്യമല്ലെന്ന്. നമ്മൾ വാതിലിന്റെ അകത്ത് ഈ വാതിൽ കുറ്റിയിട്ട് പൂട്ടി 4ഉം 5ഉം ലോക്ക്. ഇത് കട്ടില തന്നെ കട്ട് ചെയ്ത് കിടക്കാൻ ഇന്ന് ശബ്ദം പോലും ഉണ്ടാക്കാത്ത ഗ്യാസ് കട്ടറുകളുടെ കാലാണ്. അറിയോ നിങ്ങക്ക് നമ്മള് എത്ര സുരക്ഷിതരാണെന്ന് വിചാരിച്ചാലും അതിനെ മറികടക്കാനുള്ളൊരു വഴികളൊക്കെ ഇന്ന് ആളുകൾ കണ്ടെത്തും. ഇല്ലേ? പുതിയ ടെക്നോളജി ഇല്ലേ? ഗ്യാസ് കട്ടർ വെച്ചിട്ട് കൊണ്ടുപോയി ചുമര് തുറന്നിട്ട് ബാങ്കിന്റെ ഉള്ളിൽ കയറി ലോക്കറൊക്കെ തുറന്ന് കൊണ്ടുപോകുന്നില്ലേ? ഇല്ല. എന്തൊക്കെ അത്ഭുതകരമായ കള്ളത്തരത്തിലാണ് ആളുകൾ പലതും മോഷ്ടിക്കുന്നത്. ഇപ്രകാരമൊക്കെ പറഞ്ഞു, ഈ രത്നം കയ്യിൽ വെക്കുന്നത് അത്ര സുരക്ഷിതല്ല. അപ്പൊ സത്രാജിത്ത് കൃഷ്ണനോട് പറഞ്ഞു,
അതൊക്കെ ഞാൻ സുരക്ഷിതാക്കിക്കൊള്ളാം, നീ അതിൽ കണ്ണു വെക്കാൻ ഞാൻ മതി. ആര്? കൃഷ്ണൻ. കാരണം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. അതെന്താ കൃഷ്ണന്റെ ചെറുപ്പകാലത്തിലെ ശീലം? ചെറുപ്പകാലത്തിലെ കൃഷ്ണന്റെ ശീലം എന്താ? വെണ്ണ കക്കുക, പാല് കക്കുക, ആ കുളിക്കാൻ പോയ പെണ്ണുങ്ങളുടെ തുണിയും കെട്ടു, ഇങ്ങനെയൊക്കെ കളവിൽ വളരെ എക്സ്പേർട്ടാണ്, വിദഗ്ധനാണ്. ആര്? കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണ, ഈ മണി നീ കക്കാഞ്ഞാ മതി. കൃഷ്ണൻ പറഞ്ഞ, എനിക്ക് വേണ്ട നിന്റെ ബന്ധമൊന്നും ഞാൻ എനിക്ക് വേണ്ടിയല്ല പറഞ്ഞത്. ഇതൊക്കെ രാജാവിന് പ്രയോജനപ്പെടുത്തിയാൽ നല്ലതാണ്. ജനങ്ങളുടെ ക്ഷേമം മുഴുവൻ അതിലൂടെ നോക്കാൻ പറ്റും. അപ്പൊ ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ സമ്പത്തിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ ഈ മോണിറ്ററൊക്കെ വലിയ ബഹളവും ഒക്കെ ഉണ്ടാക്കണ്ടേ. അതിനെന്തോ ഇന്നലെ മുതൽ ചുമ പിടിച്ചിരിക്കുകയാണ്. വല്ല കഫ് സിറപ്പൊക്കെ കൊടുക്കും അതിന്. അപ്പോ അങ്ങ് ഒരു കാര്യം ഓർക്കുക, ഈ സമ്പത്ത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അന്ന് കൃഷ്ണൻ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് ചിന്തയോടുകൂടിയിട്ടാ പറയുന്നത്. എന്ത്? അങ്ങ് ഈ പണമൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. അപ്പൊ നല്ല കാര്യത്തിന് ചെലവഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സത്രാജിത്ത് പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് തപസ് ചെയ്തത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ട്? എനിക്ക് വേണ്ടിയിട്ടാ. അതുകൊണ്ട് ഇത് എന്റെ വീട്ടിൽ തന്നെ ഇരുന്നോളുന്നു. സത്രാജിത്ത് മണിയും കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ സഹോദരൻ അവിടെ വന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രസേനൻ എന്നായിരുന്നു. പ്രസേനൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ആ മണിയൊന്ന് എനിക്ക് തരണം, ഞാനൊന്ന് മൃഗയാ വിനോദത്തിന് പോട്ടെ. പണ്ട് കാലത്ത് ഈ മൃഗയാ വിനോദമായിരുന്നു ആളുകളുടെ ഹോബി. അപ്പൊ ഈ മണി എന്തിനാ വെച്ചാൽ രാത്രി വൈകി വരുമ്പോ വഴിയൊക്കെ ഇരുട്ടായാൽ തിരിച്ചു വരാൻ വഴി കാണില്ല. അപ്പൊ ഈ മണിയൊക്കെ കഴുത്തിൽ കെട്ടി പോകുമ്പോൾ വഴിയെല്ലാം കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ പ്രകാശം, ഈ ഹെഡ്ലൈറ്റ്, എന്താണ് ഹെഡ് ടോർച്ച് എന്നൊക്കെ പറയില്ലേ, സ്പോട്ട് ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതിന് പകരം ഏത് വെച്ച് കെട്ടാം? ഈ മണി വെച്ച് കെട്ടാം. അതുകൊണ്ട് തരുമെന്ന് വെച്ചു. പ്രസേനന് കൊടുക്കും ചെയ്തു. അത് കഴിഞ്ഞ് പ്രസേനൻ പോയി, തിരിച്ചു വന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ഇവിടെയാണെങ്കിൽ കൃഷ്ണൻ പറയും ചെയ്തു, സൂക്ഷിച്ചോളൂട്ടോ. അപ്പൊ ഉറപ്പാണ്, പ്രസേനൻ തിരിച്ചു വന്നില്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മണി മിക്കവാറും പ്രസേനനെ തട്ടി ആര് കട്ടുവും? കൃഷ്ണൻ കട്ടുവും. ഇതൊന്നും അറിയില്ലെങ്കിലും സത്രാജിത്ത് കഥയുണ്ടാക്കിയ നോട്ട്. കേട്ടിയിലയോ കിഞ്ചന വർത്തമാനം. പിന്നെ അങ്ങോട്ട് തുടങ്ങി. എന്ത്? കാരാസ്കരത്തിൻകൊരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ മുഴുകള്ളനാണെന്നും എന്റെ സഹോദരനെ കൊന്ന് ഈ മണി മോഷ്ടിച്ചത് കൃഷ്ണനാണെന്നുള്ള കഥ സ്വയം മെനഞ്ഞു. ആര്? എന്നാ കൃഷ്ണന് ഇതിൽ യാതൊരു പങ്കുമില്ല. നോക്കണേ, ബലരാമസ്വാമി പോലും കൃഷ്ണനോട് ചോദിക്കുകയാണ്, സത്യത്തിൽ നീ കട്ടുവോന്ന്? ജ്യേഷ്ഠ, ഞാനത് അറിയും കൂടിയില്ല, ഞാൻ ആ മണിയായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ എല്ലാവരും നീ കട്ടു എന്നാണല്ലോ പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യൂ, നീ അല്ല കട്ടത് എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? നിനക്കുണ്ട്. നീ പോയി തെളിയിക്കണം എന്ന്. കൃഷ്ണൻ 2-3 ആളുകളെയും കൂട്ടി കാട്ടിൽ പോയി. എവിടെ പിടികിട്ടണു? അങ്ങനെ കാട്ടിൽ പോയി 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 ചീഞ്ഞ ഒരു സ്മെല്ല്, വളരെ ദുർഗന്ധം. അപ്പോഴാണ് ഈ പ്രസേനന്റെ ജട ചീഞ്ഞളിയാൻ തുടങ്ങി. അതിങ്ങനെ വന്നു എന്നൊക്കെ നോക്കുമ്പോൾ പുലിയൊക്കെ കടിച്ച് പാടുകൾ. അപ്പൊ ഈ പ്രസേനനെ കൊന്നത് ഒരു പുലിയാണെന്ന് മനസ്സിലായി. ഇനി ആ പുലി എവിടെയാണെന്നുള്ളത് നോക്കി അന്വേഷിച്ചു പോകുമ്പോഴാണ് ആ പുലിയുടെ ശരീരമൊക്കെ വലിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ നോക്കുമ്പം എന്താണ്? പുലിയും ചത്ത് കിടക്കും. അപ്പൊ ഈ പുലിയുമായിട്ട് ആരോ ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നൊക്കെ നോക്കി കാൽ പതിഞ്ഞ അടയാളങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയൊരു കാലടയാളമൊക്കെ കണ്ടു പോയി 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 ഒരു ഗുഹയ്ക്കകത്തെത്തി. ആ ഗുഹയ്ക്കകത്തേക്ക് കൃഷ്ണൻ ധൈര്യത്തിൽ കയറി നോക്കാലോ ഒന്ന്. അപ്പൊ ഒരു കറുത്ത സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയുടെ കഴുത്തിൽ ഈ മാല, മണി.
അവളോട് പറഞ്ഞു, മോളെ ആ മണി ഇങ്ങോട്ട് ഊരി തന്നേക്കൂ, ഇതിന്റെ ഉടമസ്ഥൻ വേറെയാണ്, ഇത് നിങ്ങളുടെ അല്ല, എന്റെ പേരിൽ ഇങ്ങനെ ഇല്ലാത്തത് പ്രചരിപ്പിക്കുകയാണ് ഒരാള്, ഈ മണി അന്വേഷിച്ചിട്ട് നടക്കുകയാണ്, അതുകൊണ്ട് അതിന്റെ ഉടമസ്ഥൻ അത് തിരിച്ചേൽപ്പിക്കണം, തരൂ. ഈ കുട്ടി ചെന്ന് കുറച്ചുകൂടി കുകയ്ക്ക് അകത്ത് കയറി ചെന്നിട്ട് പറഞ്ഞു, ദേ അച്ഛാ ഒരാൾ വന്നിട്ടുണ്ട്, ഈ രത്നം ചോദിക്കണം, കൊടുക്കണോന്ന്. ഉടനെ അവിടെ നിന്ന് ഒരാള്, അങ്ങനെ ആരാ വന്നതെന്ന് വെച്ചാൽ, എന്നെ ദ്വന്ദ്വയുദ്ധത്തിൽ തോൽപ്പിച്ചാൽ ആ മണി ഞാൻ തരും. ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞാൽ ഗുസ്തി. ആരുമായിട്ട്? ആരാണാ വന്നിരിക്കുന്നത്? ജാമ്പവാൻ. അങ്ങനെ കൃഷ്ണൻ ജാമ്പവാനുമായി അങ്ങോട്ട് മൽപ്പിടുത്തം തുടങ്ങി. രണ്ടുപേരും തുല്യാതുല്യ ബലം, ഒരാളും വീണില്ല. അപ്പൊ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഈ ഗുസ്തി, 10 പോലെ തന്നെ. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒക്കെ നിർത്തി, ജാമ്പവാൻ തന്നെ കടന്നുറങ്ങാൻ സ്ഥലം കൊടുക്കണം. നോക്കണം ജാമ്പവാന്റെ അവസ്ഥ, ഇടിയും കൊള്ളണം, കാപ്പിയും കൊടുക്കണം, ദോശയും ഉണ്ടാക്കി കൊടുക്കണം, ഉച്ചക്കത്തെ ശാപ്പാടും കൊടുക്കണം, പിന്നെ എന്തും കൊള്ളണം, അടിയും ഇടിയും ഒക്കെ കൊള്ളണം. 10-26 ദിവസം മൽപ്പിടുത്തം. 27ാമത്തെ ദിവസം കൃഷ്ണൻ മലർത്തിയടിച്ചു ജാമ്പവാനെ. ജാമ്പവാൻ വീണതും കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, എന്നെ വീഴ്ത്തിയ അങ്ങ് തീർച്ചയായിട്ടും വേറൊരാളല്ല, അത് രാമൻ തന്നെ ആയിരിക്കണം. കാരണം രാമനല്ലാത്ത ഒരു ശക്തിക്കും എന്നെ വീഴ്ത്താൻ പറ്റില്ല. രാമഭാവം കൃഷ്ണൻ ജാമ്പവാന് കാണിച്ചു കൊടുത്തപ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞു. എന്റെ കൃഷ്ണ, ലോകത്തിലേതെങ്കിലും ഭക്തൻ ഇടിച്ചിട്ട് ഭഗവാനെ പൂജിച്ചിട്ടുണ്ടാവുമോ? ഭഗവാന് തല്ലുകൊടുത്ത് പൂജിച്ച ആദ്യത്തെ ആളാണ്. എല്ലാവരും തുളസി, താമര, കണ്ടിൽ ഇതൊക്കെയാ കൊണ്ട് പൂജിക്കുന്നത്. പക്ഷെ കൃഷ്ണന്റെ മുഖത്തും കൃഷ്ണന്റെ ശരീരത്തിലും നല്ല അടി പൊച്ചു കൊടുത്തിട്ട് പൂജിച്ച ആളാണ് ആര്? ജാമ്പവാൻ. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ജാമ്പവാനെ ചില കാര്യത്തിൽ അടി കൊള്ളേണ്ടതുണ്ടായിരിക്കാം. മണി കട്ടത് വേറൊരാളാണ്, പക്ഷെ അടി കൊണ്ടത് നോക്കണം നിങ്ങള്. മണി കട്ടത് ഒരുത്തൻ, പക്ഷെ അടി കൊണ്ടത് കൃഷ്ണനും, അല്ലേ? കൃഷ്ണനും ആ പോയ മണിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോഴേക്കും ജാമ്പവാന് വലിയ കുറ്റബോധമായി. ഞാൻ വലിയ അരുതാത്തതൊക്കെ ചെയ്തില്ലേ കൃഷ്ണ, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. എന്താ പ്രായശ്ചിത്തം? ആ മണിയും കൃഷ്ണന്റെ കയ്യിൽ കൊടുത്തു, താൻ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടിയെയും ഒരു മാലയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവളോട് പറഞ്ഞു, കൃഷ്ണന്റെ കഴുത്തിലിട്ടോളൂ. കൃഷ്ണൻ അവളെ സ്വീകരിക്കേണ്ടി വന്നു. രണ്ടുപേരും തിരിച്ച് ദ്വാരകയിലേക്ക് വരികയാണ്. എല്ലാവരും ഇങ്ങനെ കൃഷ്ണനെ കാണാത്തതിൽ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് കുളമ്പടിയൊക്കെ കേട്ടപ്പോ, ഓ കൃഷ്ണൻ വന്നു. പക്ഷെ എല്ലാവർക്കും അതിശയം, പോയത് ഒറ്റയ്ക്കാണ്. കൂട്ടത്തിലൊരു പുതിയൊരു പാർട്ടി ഉണ്ടല്ലോ. രുക്മിണി ദേവിയുടെ അടുത്ത് പോയി കൃഷ്ണൻ അവൻ ദേവിയെ ഏൽപ്പിച്ചു. ബലരാമസ്വാമി ചോദിച്ചു, കൃഷ്ണ ഇതെന്താ നീ ഇപ്പൊ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. മണി കെട്ടത് ഞാനല്ല എന്ന് പറഞ്ഞതല്ലേ, നിങ്ങളല്ലേ എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞത്? അതെ. നിന്നോട് കെട്ടാൻ പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ കെട്ടിയതല്ല, ഈ കുട്ടിയെ എനിക്ക് ഏൽപ്പിച്ചതാണ്. ഏൽപ്പിച്ച ഒരാളെ വഴിയിലിട്ടിട്ട് വരാൻ പറ്റുമോ? അപ്പൊ കൊണ്ടുവരണ്ടേ? അങ്ങനെ കൃഷ്ണന്റെ ജീവിതത്തിലേക്ക് ആര് വന്നു? ജാമ്പവൻ. എന്നാ അവിടം കൊണ്ട് തീർന്നു ഈ മണിപ്രശ്നം. ഈ സമന്തക മണിയും കൊണ്ട് കൃഷ്ണൻ നേരെ സത്രാജിത്തിന്റെ അടുത്ത് പോയി. എന്നിട്ട് സത്രാജിത്തിനോട് പറഞ്ഞു, സത്രാജിത്തെ, നിന്റെ സമന്തക മണി ഇതാ, ഞാനല്ല കട്ടത്, അതിന്റെ കഥകളൊക്കെ വിസ്തരിച്ചു. നീ എന്നെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു നടന്നില്ലേ, എന്തൊരപരാധാ നീ ചെയ്തത്? ഒരിക്കലും സത്രാജിത്ത് കരയാൻ പറഞ്ഞു, ഞാൻ ഇത്രയും തെറ്റൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്കും ഒരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന്. ആർക്ക്? സത്രാജിത്ത്. ഇനിയിപ്പോ ഇവിടെ എന്താവോ പ്രായശ്ചിത്തം? അകത്തേക്ക് നോക്കി സത്യേന്നൊരു വിളി. അപ്പോണ്ട് സത്യഭാമ ഇറങ്ങി വരുന്നു. അവളുടെ കയ്യിലും ഒരു മാലയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, കൃഷ്ണന്റെ കഴുത്തിലിട്ടോളൂ. അങ്ങനെ അവള് ആരെ സ്വീകരിക്കണു? കൃഷ്ണനെ സ്വീകരിച്ചു. ആ മണിയും കൃഷ്ണന്റെ കൈ കൊടുത്തു. കൃഷ്ണൻ പറഞ്ഞു, ആ മണി ഇനി വേണ്ട, കാരണം ഇത് വന്നതാണ്, ഇത് കാരണമാണ് 2 കെട്ട് കെട്ടേണ്ടി വന്നത്. മണി സത്രാജിത്തിനെ ഏൽപ്പിച്ച്
കൃഷ്ണൻ സത്യഭാമയും കൊണ്ടുവന്നു. ബലരാമസ്വാമി ചോദിച്ചു, എന്താ ഈ കൃഷ്ണൻ ഈ കാണുന്നതെന്ന്. പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ് ജ്യേഷ്ഠ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ കുട്ടിയെ കൊണ്ട് എന്റെ കഴുത്തിൽ മാല ഇടിപ്പിച്ചു. മാല ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ, ഞാനല്ലാതെ പിടിച്ചു കൊണ്ടുവന്നല്ലോ. അങ്ങനെ ആ മണി കാരണം കൃഷ്ണന് ജാമ്പവതിയെയും സത്യഭാമയും. എത്ര പേരായി? 3 പേര്. കൃഷ്ണന്റെ അച്ഛന്റെ സഹോദരിമാരായി 2 പേരുണ്ട്, 3 പേരുണ്ട്. ദേവകി വസുദേവന്റെ സഹോദരിയാണ്. പിന്നെ ശ്രുതകീർത്തി എന്ന് പറഞ്ഞൊരു സഹോദരിയുണ്ട്. പിന്നെ രാജാതിദേവി എന്ന് പറഞ്ഞൊരു സഹോദരിയുണ്ട്. ശ്രുതകീർത്തിയുടെ മകളായിരുന്നു ഭദ്ര. ആരാണ്? ഭദ്ര. രാജാതിദേവിയുടെ മകളായിരുന്നു മിത്രവിന്ധ്യ. ഈ 2 പേരും ഒരാളെ ദുര്യോധനും ഒരാളെ ദുശ്ശാസനും കൊടുക്കാനൊക്കെ ആയിട്ട് വീട്ടുകാരാലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് 2 പേരും കൃഷ്ണന് കത്തെഴുതിയത്. ഞങ്ങൾ ഒരു ദുര്യോധന്റെയും കൂടെ പോവില്ല, ഞങ്ങളെ ആര് കൊണ്ടുപോകണം? കൃഷ്ണൻ തന്നെ കൊണ്ടുപോകണം. രുക്മിണീ ദേവി കൊണ്ടുപോകുന്ന പോലെ ഇവർ 2 പേരെയും കൊണ്ടുപോകും. എത്ര പേരായി? എത്ര പേരായി? 4 ആയിട്ടുള്ളൂ. 5 പേരായി. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൃഷ്ണൻ കാളിന്തി തീരത്തൂടെ നടക്കാൻ പോയതാ, രാവിലെ മോർണിംഗ് വാക്കിന്. അപ്പൊ ഒരു പെൺകുട്ടിയുണ്ട് ധ്യാനതരതയായിട്ടിരിക്കുന്നു. ആ സമയത്ത് അർജുനനും കൂടെയുണ്ട്. അർജുനൻ ചോദിച്ചു ആ കുട്ടിയോട്, എന്തിനാ ഇവിടെ ഇങ്ങനെ കാലത്തിനേറ്റ് കണ്ണടച്ചിരിക്കുന്നതെന്ന്. അപ്പൊ അവള് പറഞ്ഞു, എന്റെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ഒരാളുണ്ട്, എനിക്ക് ഭർത്താവായി കിട്ടുന്നു. അർജുനൻ ചോദിച്ചു, ആരാണ്? ഞാനാണോ? ആ, അർജുനനെ ആട്ടിയാവുള്ളത്. പിന്നെ സാക്ഷാൽ കൃഷ്ണൻ. ആരാണ്? അർജുനൻ പറഞ്ഞു, ദേ എന്റെ കൂടെ വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ അവള് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം കൃഷ്ണനെ സ്വീകരിക്കാൻ. അർജുനൻ ഒരു മാല ഉണ്ടാക്കി കൊടുത്ത് അവളോട് ഒന്ന് പോയി കഴുത്തിലിട്ടുള്ളൂ. രാവിലെ നടക്കാൻ പോയ പാർട്ടിയെ തിരിച്ച് നടത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോണ്ട് ചിലരുണ്ടല്ലോ നടക്കാനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ പാലിന്റെ പാക്കറ്റൊക്കെ ഇട്ട് വരുന്നു, ഇവിടെ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ഇട്ട് വരുന്നു. ഇവിടെ കൃഷ്ണൻ നടക്കാൻ പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് കാളിന്തിയാണ്, അല്ലേ? കാളിന്തിയും കൊണ്ടുവന്നു. അപ്പൊ രുക്മിണി ദേവി ചോദിച്ചു, അങ്ങ് എന്നാ ഇത് നിർത്തുകയെന്ന്. ഭഗവാൻ പറഞ്ഞു, ഞാനല്ല കൊണ്ടുവരുന്നത്, ഇവരൊക്കെ എന്റെ കൂടെ വരികയാണ്, ഞാനെന്താ ചെയ്യുക? രുക്മിണി ദേവി നോക്കും, ഇവർക്കൊക്കെ റൂം ഉണ്ടാക്കണം, ഇവർക്കൊക്കെ ഭക്ഷണം ഒക്കെ സൗകര്യപ്പെടുത്തണ്ടേ. ഇനി അതും കഴിഞ്ഞു, തീർന്നില്ല. എനിക്ക് തോന്നുന്നു പണ്ട് കൃഷ്ണൻ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടോ, കാരണം ഒരു ജല്ലിക്കെട്ട് കാണാൻ പോയി കൃഷ്ണൻ. ഒരു വലിയ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞാല് ഒരു ഗ്രൗണ്ടില് കാളകളെ അഴിച്ചിടും. അതിനെ കെട്ടിയിടാൻ ആർക്കെങ്കിലും സാധിച്ചാൽ അവര് വീരന്മാരാണ്. അപ്പൊ കൃഷ്ണൻ നോക്കുമ്പോണ്ട് ഒരു ഗ്രൗണ്ടിനകത്ത് 7 പടുകൂറ്റൻ കാളകള്, വലിയ കാളകള്. ഇതിനെ കെട്ടുന്നവർക്ക് തന്റെ മകളെ കൊടുക്കുമെന്ന് രാജാവ് പ്രതിജ്ഞ. കൃഷ്ണൻ കാണാൻ പോയതാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴോ ഒരുവിധം വന്ന രാജാക്കന്മാരൊക്കെ ഗ്രൗണ്ടിൽ വീണ് കിടക്കുക. കാരണം അത്ര വലിയ കൊമ്പും ആരോഗ്യമുള്ളതായിരുന്നു ഈ കാളകൾ. ആർക്കും കെട്ടാൻ പറ്റാത്തത് കൊണ്ട് കൃഷ്ണൻ പതുക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങി. ചെറുപ്പത്തിലെ പശുക്കളെ നോക്കി ശീലിച്ച കൃഷ്ണന് ഈ കാളകളെ കെട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. 7 കാളകളെയും കൃഷ്ണൻ കെട്ടി. എങ്ങനെ കെട്ടി അറിയില്ല. അത് കഴിഞ്ഞപ്പോ രാജാവിന് സന്തോഷായി. തന്റെ മകളായ സത്യയെ ആർക്ക് കൊടുത്തു? കൃഷ്ണന്. ഇതും കഴിഞ്ഞ് ദ്വാരകയിൽ വന്നപ്പോ ബലരാമസ്വാമിക്ക്, എന്താ കൃഷ്ണ ഈ കാണിക്കണത്? എന്ത് കാണിക്കാനാ? ഞാൻ കാളയെ കെട്ടിയപ്പോ ഇവളെ എന്നെയും കെട്ടി. ഞാൻ ഇവളെ കെട്ടാനല്ല പോയത്, ഞാൻ പോയത് കാളയെ കെട്ടാനാണ്. പക്ഷെ ഇവളെ കെട്ടേണ്ടി വന്നു. അതും കഴിഞ്ഞ് ഒരിക്കൽ കൃഷ്ണൻ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. ഒരു രാജാവ് തന്റെ മകളുടെ കല്യാണത്തിന് കൃഷ്ണനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു, ഇവിടുത്തെ സ്ഥിതിക്കൊന്ന് കല്യാണ സ്ഥലത്ത് പോകണ്ടേ. അങ്ങനെ കൃഷ്ണൻ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയതാണ്, കൂടാൻ പോയതാണ്. ഏതില്? കല്യാണം കൂടാൻ പോയതാണ്. ആര്? കൃഷ്ണൻ. അന്നാണെങ്കിൽ സ്വയംവരാണ്. ലക്ഷ്മണ എന്ന് പറയുന്ന ഈ പെൺകുട്ടി മാലയും കൊണ്ട് നടക്കുക. ഇവള് നോക്കുമ്പോ അവസാനം ഇരിക്കുന്നു കൃഷ്ണൻ.
ഈ മുന്നിലിരിക്കുന്ന കുറെ വിദ്വാന്മാരെ കെട്ടാനായിട്ട് തലയും വെച്ച് കൊടുക്കുന്നുണ്ട്. കെട്ടാനായിട്ട് വന്ന് തലയും നീട്ടിയിരിക്കുന്നവളെ അവരെ അവഗണിച്ച് ഇവള് നേരെ ആ പുറകിലിരിക്കുന്ന കൃഷ്ണന്റെ കഴുത്തിൽ പോയി മാലയിട്ടു. കൃഷ്ണൻ വിചാരിച്ചു കല്യാണം കൂടാൻ വന്നിട്ട് കെട്ടേണ്ട അവസ്ഥ വന്നല്ലോ, നീ ഒഴിവാക്കാൻ പറ്റുമോ? അവളെയും കൊണ്ടുവന്നു. ബലരാമസ്വാമി ഒരു കൃഷ്ണൻ മേലാൽ ഇനി ഇവിടുന്ന് ഇറങ്ങരുത് എന്ന്. കാരണം കല്യാണത്തിന് പോയാലും കെട്ടിക്കൊണ്ടുവരിക, എവിടെ പോയാലും ഒരാളെ കെട്ടിക്കൊണ്ടുവരിക. ഇപ്പൊ എത്ര പേരായി? 7 ഇപ്പൊ എത്ര പേരായി? 8 പേര്. ആ പേരൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങക്ക്? മുഴുവൻ പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? മുഴുവൻ പറയാൻ പറ്റുന്നവര് ആരൊക്കെയാണ്? ആദ്യം തന്നെ സത്യഭാമയാണോ? രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, സത്യ, ലക്ഷ്മണ. ഇനിയാണ് വണ്ടി പതുക്കെ ഓടുക. ആരാണ്? ഭദ്ര. പിന്നെ ആരാണ്? ആരാണ്? മിത്രവിന്ധ്യ. ആരൊക്കെയാണ് ഇപ്പൊ കൃഷ്ണന്റെ ഭാര്യമാര്? ഞാൻ പലപ്പോഴും വിചാരിക്കാം ഗുരുവായൂർ ദേവസ്വത്തിലൊക്കെ ജോലിക്ക് വരുന്നവരെ ഇങ്ങനെയൊക്കെ ചോദിച്ചാലല്ലോ ഒരുത്തനും ഉണ്ടാവില്ല അവിടെ. ആർക്കെന്തറിയണം? എന്തൊക്കെയാണ് പേരുകള്? രുക്മിണി, ജാമ്പവതി, സത്യഭാമ, പിന്നെ ഭദ്ര, മിത്രവിന്ധ്യ, സത്യ, പിന്നെ കാളിന്തി, ലക്ഷ്മണ. ഇങ്ങനെ 8 പേരാണ് കൃഷ്ണന്റെ ഭാര്യമാർ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നരകാസുരൻ എന്നൊരു അസുരൻ. ആരാണ്? അന്നത്തെ ഒരു വളരെ കരുത്തനായ അസുരനായിരുന്നു. ആര്? ഇങ്ങോർക്ക് എന്താ തലയിൽ എഴുതി വെച്ചത് തോന്നൽ അറിയില്ല. ഇദ്ദേഹത്തിനൊരു തോന്നല്, മിനിമം ഒരു 16,000 പേരെങ്കിലും ഭാര്യമാരാക്കി വെക്കണം. എത്ര പേരെ? എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്കിൽ പേര് വരാനാണോ എന്നറിയില്ല. 16,000 പെമ്പിള്ളരെ ഇദ്ദേഹം പലയിടത്തുനിന്നും പിടിച്ചു കൊണ്ടുപോയി അതിനുവേണ്ടി ഹോസ്റ്റൽ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ വിമൻ ഹോസ്റ്റൽ നടത്തിയത് ഈ നരകാസുരനായിരിക്കണം. എത്ര പേര്? 16,000 പേരുടെ ഒരു ഹോസ്റ്റൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ നരകാസുരന്റെ അപ്പൊ സമ്പത്ത് എത്രണ്ടായിരിക്കും? ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ, ഇല്ലേ? വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അത്രയും എന്താണ് പെൺകുട്ടികൾ. ഇവരെയൊക്കെ കെട്ടാനായി കാത്തിരിക്കുക. ഒരു പൗർണമി ദിവസം ഇവരെല്ലാം കെട്ടണം. ഇവരിൽ ആരോ ഒരാള് ഒരു കത്തെഴുതി കൃഷ്ണന്, ഭഗവാനെ ഈ ക്രൂരന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം എന്ന്. ഭഗവാൻ മനസ്സിൽ തീരുമാനിച്ചു, ശരി, ഈ പാവങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി വിട്ടേക്കാണ്. പക്ഷെ ഭഗവാൻ ഒരു പേടിയുണ്ട്. നേരത്തെയുള്ള കളിയൊക്കെ ഓരോരുത്തരായിട്ടായിരുന്നു, ഇത് എത്ര പേരെ വെച്ചുള്ള കളിയാണ്. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചോദിച്ചാൽ, ഈ നരകാസുരന്റെ രാജ്യത്തിലേക്ക് പോകുമ്പം സത്യഭാമിയെ നേരത്തെ കൂട്ടി. ഇനിയിപ്പൊ അവര് കരുതണ്ട ഞാൻ ഒറ്റയ്ക്കാണെന്ന്. കൂട്ടത്തിൽ ഒരു ഭാര്യ ഉണ്ട് എന്ന് മനസ്സിലായാൽ പിന്നെ ആരും ഇങ്ങോട്ട് വരില്ലല്ലോ, ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളത്. സത്യഭാമയും കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇവന്റെ ശോണിതപുരം എന്നാണ് ഇവന്റെ രാജ്യത്തിന്റെ പേര്. എന്താണ്? അതിൽ പ്രാഗ്ജ്യോതിഷപുരം എന്ന കൊട്ടാരം. ഭഗവാൻ അവനുമായി ഘോരയുദ്ധം. ഗരുഡാരൂഢനായിട്ടാണ് കൃഷ്ണൻ പോയത്. ഇവന്റെ മുരൻ എന്ന മന്ത്രിയെ വധിച്ചു. പിന്നെ അങ്ങോട്ട് ഘോരയുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര ഘോരയുദ്ധം. ആ യുദ്ധത്തിൽ ഭഗവാൻ ഇവനെ കൊന്നു. അവസാനം ചക്രം കൊണ്ട് ഇതിന്റെ കഴുത്തറത്തു. ഇവൻ വധിക്കപ്പെട്ട് ഈ 16,000 പെമ്പിളരെയും ഹോസ്റ്റലിൽ നിന്ന് ഫ്രീ ആക്കി. ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊക്കെ തിരിച്ചു പോണം, നിങ്ങളുടെ കുടുംബത്തിൽ പോയി സുഖമായി ജീവിക്കണം, നല്ല കല്യാണമൊക്കെ കഴിച്ച് ആരോഗ്യത്തോടുകൂടി നല്ല കുടുംബ ബന്ധത്തോടുകൂടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ അനുഗ്രഹിച്ചത്. ഇവരൊരെണ്ണം പോണില്ല. എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. കൃഷ്ണൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന്. അല്ല, ഈ നരകാസുരൻ ഞങ്ങളെ ബലാത്കാരേണ പിടിച്ചുകൊണ്ടുവന്നാണ്. ഞങ്ങൾ ബലാത്കാരേണ പിടിച്ചു കൊണ്ടുവരപ്പെട്ട കുട്ടികളായതുകൊണ്ട് ഇനി ആരും ഞങ്ങളുടെ ചാരിത്രത്തെ
അംഗീകരിക്കില്ല. ഇനി ആരും ഞങ്ങളെ അങ്ങനെ പവിത്രമായിട്ട് കാണില്ല. അതുകൊണ്ട് കൃഷ്ണ ഞങ്ങളെ കൈവിടരുത്. അവര് പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഒരുത്തി പറഞ്ഞു, 8 പേര് എന്തായാലും ലിസ്റ്റിലുണ്ടല്ലോ, ഇനിയിപ്പോ ആ വോട്ടർ പട്ടിക ഒന്നും കൂടി പുതുക്കിയാൽ മതി. കുറച്ചുകൂടി വോട്ടേഴ്സിന് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, കൂട്ടണം. ഇപ്പോഴാണെങ്കിൽ വോട്ടർ പട്ടിക പുതുക്കണ സമയമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെയും കൂടെ പേര് അങ്ങയുടെ കല്യാണ ലിസ്റ്റിൽ ഒന്ന് ചേർക്കണം. കൃഷ്ണൻ നോക്കിയപ്പോ 1, 2 അല്ല ചേർക്കാനുള്ളത്. എത്രണ്ണം? 16,000. സത്യഭാമ തലചുറ്റി വീണുപോയി. കാരണം ഈ 16,000 പേർക്ക് എന്താണ് ചെയ്യുക? പക്ഷെ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു പോവാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഒരാളും തിരിച്ചു പോയില്ല. കാരണം അവർക്ക് മനസ്സിലായി തിരിച്ചു പോയിട്ട് യാതൊരു കാര്യമില്ല. അവരെല്ലാവരും ആരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു? അങ്ങനെ അവര് 16,000 പേരും കൃഷ്ണനും സത്യഭാമയും അവിടുന്ന് പുറപ്പെട്ട് ദ്വാരകയിൽ എത്തുമ്പോൾ ആരോ ചെന്ന് ബലരാമസ്വാമിയോട് പറഞ്ഞു, ഏതൊരു ശത്രു സൈന്യം നമ്മുടെ നേരെ വരുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു പട വരുമ്പം ആളുകൾ എന്താ കരുതുക? ഏതൊരു ശത്രു സൈന്യം. ബലരാമസ്വാമി എവിടെ? ചതുരംഗപ്പടയെ നേരെയാക്കൂ, റെഡിയാക്കൂ. അപ്പം പറഞ്ഞു, ഇതൊരു പെൺപടയാണെന്ന്. ആദ്യമായിട്ടാണ് ഫുൾ പെൺപടയായിട്ട് ഒരു വലിയ ബറ്റാലിയൻ അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഭഗവാൻ ബലരാമസ്വാമി ചോദിച്ചു, ആരാണ് ഈ സൈന്യത്തെ നയിക്കുന്നത്? പറഞ്ഞു, ഈ സൈന്യത്തെ നയിക്കുന്നത് വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം കൃഷ്ണനാണെന്ന്. ഈ കൃഷ്ണൻ എന്താ ഇത്രയും പെണ്ണുങ്ങളുടെ സൈന്യം കൊണ്ടുവരുന്നത്? എന്താ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്? അവസാനം കൃഷ്ണൻ അവിടെ എത്തുമ്പോൾ എല്ലാവരും ദ്വാരകാവാസികള് 16,000 പേര് ഒന്നിച്ചൊരു സ്ഥലത്തേക്ക് വന്ന് അന്തം വിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എല്ലാരും കുന്തം പോലെ നിൽക്കുകയാണ് അന്തവും വിട്ടിട്ട്. എന്താ ഇത്? ഒരു മനസ്സിലാവുന്നില്ല. 16,000 പേര്. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളും അന്തം വിട്ട് നോക്കില്ലേ? ഇല്ലേ? എന്താ മിണ്ടാത്തത്? ഇല്ലേ? ഇതൊരു എന്താ ഇതിനൊരു ഉത്തരവില്ല. എന്താ എങ്ങനെ? ഭഗവാൻ ആ 16,000 പേരെയും സ്വീകരിച്ചു. വേഗം കൺസ്ട്രക്ഷൻ തുടങ്ങി. ഓരോരുത്തർക്കും താമസിക്കാനായിട്ട് വീടുകളൊക്കെ അറേഞ്ച് ചെയ്തു. കാരണം 16,000 പേര് ഒരുമിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? ഒരു കൃഷ്ണൻ 16,000 സ്ത്രീകളുടെ ഇടയിൽ പെട്ടുപോയാൽ പിന്നെന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. കൃഷ്ണൻ ജീവനോടുകൂടി ഉണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. എല്ലാവരും കൂടി പരാതി പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോഴേക്കും ആർട്ട് പോവോ? ഇതൊന്നും മിണ്ടാത്തത് നിങ്ങള്. ഒരാളെ വെച്ചിട്ട് തന്നെ ഹാർട്ട് പോണു പലരും, ഇല്ലേ? ഇത്രയും ആളുകൾ പരാതിയും പരിഭവവും പറയാൻ തുടങ്ങിയാൽ അവിടെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കൃഷ്ണൻ ഓരോരുത്തർക്കും താമസിക്കാനൊക്കെ ആയിട്ട് വീടുകളൊക്കെ വടപടാ ശരിയാക്കി. എനിക്ക് തോന്നുന്നു ഏറ്റവും പഴയ കാലത്ത് പെട്ടെന്ന് വീടുകൾ ഉണ്ടാക്കുന്ന വിദ്യകളൊക്കെ അവരതില് ഉണ്ടാവണം. ഇന്നിപ്പണ്ടല്ലോ ടെമ്പററി കേട്ട് ഉണ്ടാക്കണം, ഇല്ലേ? പുതിയ മോഡൽ വീടുകളൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഒരു ശുഭമുഹൂർത്തത്തിൽ 16,000 പേരെയും കൃഷ്ണൻ സ്വീകരിച്ച് കൃഷ്ണൻ 16,000 രൂപമെടുത്തു എന്നാണ്. 16,000 പേർക്കും ഒരേപോലെയുള്ള വസ്ത്രവും ആഭരണങ്ങളും. പെരുമ്പാവൂരിന്നാണോ വാങ്ങിച്ചെന്നറിയില്ല. ഒന്ന് ആലോചിച്ചൊക്കെ, കൃഷ്ണനും ഭാര്യമാരും കൊണ്ട് ഷോപ്പിങ്ങിന് വരുന്നത്. ഈ ഭാര്യ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, കൃഷ്ണനെ ആരെങ്കിലും കുടുംബസമേതം ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? അല്ലേ? കൃഷ്ണൻ അന്ന് വരുന്ന കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര വാഹനം വേണം? ഇപ്പോഴത്തെ ട്രെയിനിൽ 1,500 പേർക്ക് ഇരിക്കാൻ പറ്റും. ഇത് എത്ര ട്രെയിൻ വേണ്ടിവരും? കൃഷ്ണൻ ഒന്ന് പോകണമെങ്കിൽ. അപ്പൊ കൃഷ്ണനെ കല്യാണത്തിനൊക്കെ ക്ഷണിക്കുമ്പോൾ ആരും കുടുംബസമേതം എന്ന് പറയില്ല. ആര് വന്നാൽ മതി? ഇനി കൃഷ്ണന്റെ ദ്വാരകയിൽ നോക്കി 16,008 പേർക്കൊക്കെ ഉള്ള ഭക്ഷണം. ഇത്രയും ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല്, അല്ലേ? എന്തൊക്കെ അത്ഭുതങ്ങള്!
ഇത്രയും ഒരു കല്യാണം ലോകത്തിൽ ഒരാൾക്കും അതിനുള്ളൊരു മനസ്സോ ധൈര്യമോ വന്നിട്ടുണ്ടാകും. അപ്പൊ ഈ കഥയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാതെ എന്തിനാണ് ഈ കഥ പറഞ്ഞിട്ടുള്ളത്? ഇതൊരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വെച്ച കഥയാണ്. ഒരു വലിയ സയൻസ് ഒളിപ്പിച്ചു വെച്ച കഥയാണ് ഇത് 16,008 കല്യാണ കഥ. ഇതിന്റെ പിന്നിലൊരു പ്രപഞ്ച രഹസ്യമുണ്ട്. ഇത് നമുക്ക് പഠിച്ചെടുക്കണം. അല്ലെങ്കിൽ നോക്കൂ, 7 അല്ലെങ്കിൽ 9 എന്നൊക്കെ പറഞ്ഞ പോലെ കൃത്യം 8, ഇപ്പുറത്ത് 16,000 അല്ലേ? 8ന്റെ ഡബിൾ ആണ് ഏത് 16. അപ്പൊ എന്താണ് ഈ 16,000-ഉം 8-ഉം? ഇതിന്റെയൊക്കെ കണക്കെന്താണ്? 8 എന്നത് സംസ്കൃതത്തിൽ അഷ്ടം എന്ന് പറയും. അഷ്ടം അങ്ങനെയല്ലേ പറയാ? നമുക്ക് ഹിന്ദു സമൂഹത്തിന് അഷ്ടം വെച്ചിട്ടുള്ള കുറേ ശബ്ദങ്ങളും സംസ്കാരങ്ങളും ഉണ്ട് അല്ലേ? ക്ഷേത്രത്തിലും ആചാരങ്ങളുണ്ട്. എന്തൊക്കെയാണ് 8 വെച്ചിട്ടുള്ളത്? 8 വെച്ചിട്ടുള്ള പേരുകളൊക്കെ ഏതൊക്കെയാണ്? അഷ്ടബന്ധം ക്ഷേത്രത്തിലൊക്കെ ഉണ്ട്. എന്ത് ഉണ്ട്? പിന്നെ അഷ്ടമംഗല്യം ഉണ്ട്. പിന്നെ അഷ്ടദ്രവ്യ ഗണപതി ഹോമുണ്ട്. ഇനിയിപ്പം നാളെ മറ്റന്നാളൊക്കെ ഗണപതി ഹോമത്തിന്റെ. പിന്നെ അഷ്ട അഭിഷേക, പിന്നെ അഷ്ടോത്തരുണ്ട്, അഷ്ടദിക്പാലന്മാരുണ്ട്. പിന്നെ കടകടകടം കടം കടം അഷ്ടപതി ഉണ്ട്. പിന്നെന്താ ഉള്ളത്? അഷ്ടമംഗലിക പറഞ്ഞു. നാരായണീയം പഠിച്ചവർ എത്ര പേരുണ്ട്? ഒക്കെ പറഞ്ഞു. അഷ്ടദിക്പാലന്മാരൊക്കെ പറഞ്ഞു. കല്യതം മമ കുരുഷതാവതിം കല്യതേ ഭവതുപാസനം ത്വയാ പഷ്ടമഷ്ട വിതയോഗചര്യയാ പുഷ്ടയാശു മമ തുഷ്ടിമാപ്നുയം. 4-ാം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. നാലാമത്തേതില് 1 ആണോ? അതിനല്ലേ ഞാൻ പറഞ്ഞത്. കല്യണം മമ കുരുഷതാവതിം കല്യതേ ഭവതുപാസനം ത്വയാ അഷ്ടമഷ്ടവിധയോഗചര്യയാ തുഷ്ടയാശു മമ തുഷ്ടിമാപ്നുയം. അങ്ങനെയല്ലേ? അഷ്ടവിധ യോഗചര്യയാ ഏതാണത്? യമനിയമാദി എന്ന് പറയുന്നത്. അതായത് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇതിനെ പറയും അഷ്ടാംഗ യോഗം എന്ന് പറയും. എന്താണ്? പിന്നെന്താണ് 8? ആയുർവേദം പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതാണ് അഷ്ടാംഗ ഹൃദയം. അതിനെന്താ പറയാ? ഹൃദയം. മനസ്സിലായില്ലേ? ഇങ്ങനെ 8 ഒരുപാടുണ്ട്. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ 8-നൊരു വ്യാഖ്യാനം വേറെ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണൻ കൊടുത്ത വ്യാഖ്യാനം കുറേയും കൂടി സയന്റിഫിക്കലി നമുക്ക് വേഗം മനസ്സിലാവും. അതെന്താണത്? 7-ാം അധ്യായം 4-ാം ശ്ലോകം. ഗീത പഠിച്ചാലേ നിനക്കത് മനസ്സിലാവുള്ളൂ. ഗീത പഠിച്ചാൽ നിനക്കത് മനസ്സിലാവും. 7-4 അതെന്താണ് ശ്ലോകം? 8-നെ കൃഷ്ണൻ വ്യാഖ്യാനിക്കുകയാണ്. വാട്ട് ഈസ് 8 എന്നുള്ളത്? ഏതാണ് 8? ഭൂമിരാപോ നലോ വായു കമ്മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇദീയം മേ ഭിന്നാ പ്രകൃതി അഷ്ടദ. ഭിന്നാ പ്രകൃതി അഷ്ടദ. കണ്ടോ? അഷ്ടദ കണ്ടോ? ശ്രദ്ധിക്കണ്ടോ നിങ്ങള്? ഭിന്ന പ്രകൃതി അഷ്ടദ. പ്രകൃതി അഷ്ടദ. അപ്പൊ 8 പ്രകൃതിയെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. 8 ഇതിനെ പറയും അഷ്ടപ്രകൃതി. എന്താ പറയാ?
അഷ്ടപ്രകൃതി. ഒന്നുകൂടി പറയാം. ഭദ്രകാളി, ദുർഗ, ഈ ദേവിമാർക്കൊക്കെ 8 കൈകളാണ് വെച്ചിരിക്കുന്നത്. 4 ഒരു ഭാഗത്തും 4 മറുഭാഗത്തും, അല്ലേ? എന്തിന്റെ കൈകളാണത്? അതിനെ പറയാ അഷ്ടൗ പ്രകൃതയാണ്. 8 പ്രകൃതികളാണ്. ഇനി വളരെ ശ്രദ്ധിക്കണേ, ആധുനിക ഫിസിക്സ് പോലും എത്താത്തിടത്തിലേക്കാണ് കൃഷ്ണൻ എത്തിക്കുന്നത് നമ്മളെ. ഇനിയുള്ള ഫിസിക്സിന്റെ ഒക്കെ പഠനങ്ങള് ഓൾമോസ്റ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അത് കൃത്യമായി കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരികയാണ്. അത് ഏതെന്നാ വരുന്നത്? ഈ പടക്കം പൊട്ടിക്കുന്നത് ഏതിലാണ്? ഇതെന്നാണോ അപ്പുറത്തുനിന്നാണോ? ഇതൊരു കേബിള് ഡിസോർഡർ ആണ്. എന്റെ ഇവിടുത്തെ മോണിറ്റർ ആണോ അതോ ഏതൊരു അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടു? ആ പോട്ടെ. അപ്പം 8 പ്രകൃതി, അഷ്ടൗ പ്രകൃതി. ഒന്ന് പറയൂ എല്ലാവരും. എന്താണ് പ്രകൃതി? പ്രകൃതി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രകൃതി എന്നാൽ ചലനാത്മകമായ ഊർജമാണ് പ്രകൃതി. എന്താ പ്രകൃതി? ചലനാത്മകമായ ഊർജം. ഇനി ചലനം എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ഉത്തരം കിട്ടണം. കാല നിയോഗത്താൽ അല്ലെങ്കിൽ കാല പ്രവാഹത്തിൽ ചലിക്കുന്ന ഊർജമാണ് പ്രകൃതി. ആരുടെ നിയോഗത്തിൽ? ചലനമുണ്ടോ? കാലമുണ്ട്. ചലനമുണ്ടോ? കൂടെ വരുന്നില്ലേ നിങ്ങള്? കാരണം ചലനമുള്ളതിനെല്ലാം കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം പറഞ്ഞത് മറക്കരുതൊന്നും, കൂടെ കൊണ്ടുവരണം. മുമ്പ് പറഞ്ഞതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കാലം എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുകയും സങ്കോചിപ്പിക്കുകയും. പ്രകൃതിക്ക് മുഴുവൻ എന്തുണ്ട്? എന്താണ്? വികാസ സങ്കോചങ്ങൾ. എന്തുണ്ട്? കടൽ തിരമാലയോർത്ത മധ്യങ്ങള്. കടലിലെ തിരമാല എന്ത് ചെയ്യും? കരയിലേക്ക് വികസിക്കും, കടലിലേക്ക് സങ്കോചിക്കും, കരയിലേക്ക് വീണ്ടും വികസിക്കും, കടലിലേക്ക് സങ്കോചിക്കും. ഇല്ലേ? മനസ്സിലാവുണ്ടോ? ഇതുപോലെയാണ് പഞ്ചഭൂതമായ ഒരു കടല് എന്ന് വിചാരിക്കുക. അതിൽ നിന്നും ശരീരമായി വികസിച്ച് ഇനി വീണ്ടും പഞ്ചഭൂതമാകുന്ന കടലിലേക്ക് പോകും. ഉണ്ടോ? ഊർജം, എനർജി എന്ന അവസ്ഥയാകുന്ന കടല്, അനന്തമായ ഊർജം. അതിൽ നിന്ന് ഭൂമിയും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളൊക്കെ വികസിച്ചു വീണ്ടും ഇതെല്ലാം ഊർജമായി മാറും. അപ്പോഴേക്കും വേറൊരു ഗാലക്സിയിൽ ജീവിതം തുടങ്ങും. ഇവിടെ തീർന്നു എന്ന് വെച്ചിട്ട് നമ്മളിപ്പോ താമസിക്കുന്ന ഒരു ഗാലക്സി ഉണ്ടല്ലോ, ഇത് തന്നെയാണ് എന്നുമുള്ള ഗാലക്സി എന്ന് കരുതരുത്. ഈ ഭൂമിയും കുറെ കഴിഞ്ഞാൽ ഊർജമായി. കാരണം നമ്മളെപ്പോലെ ഭൂമിയും വികസിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞാൽ ഭൂമിയും എന്ത് ചെയ്യും? ചുരുങ്ങും. ഇപ്പൊ നമ്മുടെ ദേഹം നോക്കൂ, ശരീരം നോക്കൂ, വളരെ ശ്രദ്ധിക്കുന്നു നിങ്ങൾക്ക്. മനുഷ്യനായാലും മൃഗമായാലും മരമായാലും പുല്ലായാലും പുഴുവായാലും ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതൊക്കെ വികസിച്ച് സങ്കോചിച്ച് അങ്ങനെ അപ്രത്യക്ഷം. ഉണ്ടോ? മനുഷ്യർക്ക് മാത്രമാണോ ഇതുള്ളത്? മൃഗങ്ങൾക്കില്ലേ? മരങ്ങൾക്കില്ലേ? പുൽ ഇത്യാദി ചെടികൾക്കില്ലേ? ഉണ്ടോ? ഉറുമ്പ്, പുഴു ഇത്യാദികൾക്കുണ്ടോ? ഉണ്ടോ? അവരൊക്കെ പറയൂ. മത്സ്യത്തിനുണ്ടോ? മത്സ്യാദികൾക്കില്ല. ഉണ്ടോ? അപ്പൊ ഈ ഭൂമിയിലുള്ള സകലതിനും ഏതുണ്ട്? ഈ വികാസവും ഇത് തന്നെ ഭൂമിക്കും ഉണ്ട്, ഗ്രഹങ്ങൾക്കും ഉണ്ട്, നക്ഷത്രങ്ങൾക്കും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം പ്രകൃതി എന്നാൽ കാല പ്രവാഹത്തിൽ
ചലനാത്മകമായ ഊർജത്തെയാണ് എന്ത് പറയാ, പ്രകൃതി. ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ, എത്ര എത്ര പ്രകൃതിയുണ്ട്? 8 പ്രകൃതി. എത്ര? ഏതൊക്കെയാണ് 8 പ്രകൃതി? ഒന്ന് പറയുന്നു ഭൂമി. ഭൂമിക്ക് ചലനം ഉണ്ടല്ലോ. ഭൂമിക്ക് ചലനല്ലേ? ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഭൂമിയും അങ്ങനെ ചലിക്കുന്നു. അതിനുമുണ്ട് വികാസവും സങ്കോചം. ചലനമുള്ളതിനെല്ലാം എന്തുണ്ട്? വികാസവും സങ്കോചം. വായുമണ്ഡലം ചലിക്കുന്നില്ലേ? അഗ്നി ചലിക്കുന്നില്ലേ? ഉണ്ടോ? അഗ്നി, വെള്ളം ചലിക്കുന്നില്ലേ? ഇനി ആകാശത്തിനും, ഇത് ഞാൻ പറയുന്നല്ല, സയന്റിസ്റ്റുകൾ, ഐൻസ്റ്റീൻ പറയുന്ന ഒരു വാക്കാണ് സ്പേസ് എക്സ്പാൻഡ്. എന്താണ്? ആകാശവും എന്ത് ചെയ്യുന്നുണ്ട്? വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. സയൻസ് കണ്ടുപിടിച്ച കാര്യമാണ്. അതായത് ആകാശവും എപ്പോഴും ചലനാത്മകമാണ് എന്നർത്ഥം. അപ്പൊ ഇതിനെ പറയുന്നതാണ് പഞ്ചഭൂതം. ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. ഏതൊക്കെയാണ്? ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. ഇതിനെ പറയും പഞ്ചഭൂതാത്മക പ്രകൃതി. എന്താണ്? ഇതാണ് മോഡേൺ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്. എന്നാൽ അതിനും സൂക്ഷ്മമായ ചലനങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ. പ്രാണൻ ചലിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ പ്രാണനുമുണ്ട് എന്ത്? വികാസവും സങ്കോചവും. മനസ്സിലെ വികാരങ്ങൾ ചലിക്കുന്നുണ്ടോ? ചിന്തകൾ ചലിക്കുന്നുണ്ടോ? അവർക്ക് പറയൂ. ഉണ്ട്. അപ്പൊ അതിനും എന്തുണ്ട്? വികാസവും സങ്കോചവും. ഇനി ഞാനെന്ന ഭാവം, നമ്മളിലുള്ള ഞാനെന്ന ആ ഒരു അഹന്ത, ഞാനെന്ന ഭാവം, അതിനും ചലനമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതും ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഉണരുന്നു, അതും അപ്രത്യക്ഷമാവും. അപ്പൊ ഈ സൂക്ഷ്മമായ 3 പ്രകൃതിയും സ്ഥൂലമായ 5 പ്രകൃതിയും. അപ്പൊ എത്രണ്ണായി എല്ലാം കൂടി? 8 പ്രകൃതി. ഇതിന്റെ പേരാണ് അഷ്ടപ്രകൃതി. ഇനി ഭഗവാൻ പറയുന്നു, ശ്രദ്ധിക്കണേ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പ്രകൃതി എന്ന് പറഞ്ഞാൽ കാലപ്രവാഹത്തിൽ ചലിക്കുന്നതാണ് ഇത് പ്രകൃതി. കാലം എന്ന് പറയുന്നതോ താളാത്മക ചലനത്തെയാണ് എന്ത് പറയാ? കാലം. കാലം എന്നാൽ കൂടെ വന്നില്ല. തോന്നിയ വേഗതയിൽ ചലിച്ചാൽ എന്താവില്ല? കാലമാവില്ല. കാലമാവണമെങ്കിൽ അത് അളക്കാൻ പറ്റണം, മെഷർ ചെയ്യാൻ പറ്റണം. മെഷർ ചെയ്യണമെങ്കിൽ അതിന്റെ ചലനക്രമം നിശ്ചിത അനുപാതത്തിലായിരിക്കണം. അതായത് താളക്രമത്തിലായിരിക്കണം. അപ്പൊ അങ്ങനെ താളക്രമത്തിലാക്കണമെങ്കിൽ, ശ്രദ്ധിക്കുക, ചലനത്തെ താളക്രമത്തിലാക്കണമെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും നിർദ്ദേശിക്കുന്നതുമായ ഒരു നിയമവ്യവസ്ഥ അവിടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് കാലനിയമം. ഈവൻ സയന്റിസ്റ്റുകൾക്ക് പോലും ഇത് ഇഗ്നോർ ചെയ്യാൻ പറ്റാതെ വന്നത്. അതുകൊണ്ട് ഗ്രാവിറ്റി ലോ, മനസ്സിലായില്ലേ? ഗ്രാവിറ്റി എന്താണ് അതിന് പറയാ? റിലേറ്റിവിറ്റി ലോ, ഇതുപോലെ തന്നെ റേഡിയേഷൻ ലോ, എല്ലാം നിയമങ്ങളാണ്. നിങ്ങൾ ഓരോ ഇത് കേട്ട് കാണും. എന്താണ്? സയൻസ് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് എവല്യൂഷൻ തിയറി, എവല്യൂഷൻ ലോ, നിയമങ്ങൾ, പരിണാമ നിയമങ്ങൾ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കാൻ. ഇതെല്ലാം പ്രകൃതി നിയമമാണ്. അപ്പൊ നിയമം എന്ന് പറഞ്ഞാൽ നിയന്ത്രണവും നിർദ്ദേശവും അനുസരിച്ച് ചലിക്കുന്നതിന്റെ പേരാണ് നിയമം. അപ്പോ പ്രകൃതി സ്വതന്ത്രമല്ല. പ്രകൃതി സ്വതന്ത്രമല്ല. പ്രകൃതിക്ക് ഇഷ്ടാനുസരണം ചലിക്കാൻ കൂടെ വന്നില്ലേ നിങ്ങള്? പ്രകൃതിക്ക് അതിന്റെ ഇഷ്ടാനുസരണം ചലിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ചലനത്തിന് നിയന്ത്രണവുമുണ്ട്. എത്ര വേഗതയിൽ ചലിക്കണം എന്നുള്ള ചില നിയന്ത്രണവുമുണ്ട്, നിർദ്ദേശവുമുണ്ട്.
അതായത് ഒരു നിയമവ്യവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് പ്രകൃതി ചലിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? നിയമം എന്നത് ബോധമാണ്. നിയന്ത്രിക്കാനും നിർദ്ദേശിക്കാനും സാധിക്കുന്ന ഒരേ ഒരു ശക്തി. നിങ്ങൾ നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നോക്കൂ. നിങ്ങൾക്ക് എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്, എപ്പോൾ കിടക്കണം, എപ്പോൾ ഉണരണം, ഈ നിർദ്ദേശങ്ങളും ഒക്കെ നിയന്ത്രണങ്ങളും ഉള്ളിൽ വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതിന് കാരണം കൂടെ വന്നില്ലേ നിങ്ങൾ? ബോധം എന്നൊരു ശക്തി ഇല്ലെങ്കിൽ ഒന്നിനും നിയന്ത്രിക്കാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കും, മരിച്ചുപോയൊരു ജീവിയുടെ വായിൽ എന്തെങ്കിലും ഒഴിച്ചാൽ അത് ഉള്ളിലേക്ക് ഇറങ്ങുമോ? ഇല്ല. അപ്പൊ ജീവൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ഓക്സിജനാണ് ആവശ്യം. അന്തരീക്ഷത്തിൽ ഓക്സിജൻ മാത്രമാണോ? ആണോ? അപ്പൊ ഇതിന് ഓക്സിജനാണ് ആവശ്യമെന്നൊരു നിർദ്ദേശം ഇത് ഈ ജഡവസ്തുവായ ശരീരമാണോ തീരുമാനിക്കുക? പറയൂ നിങ്ങൾ. അപ്പൊ അത് തീരുമാനിക്കാൻ ശക്തിയുള്ളൊരു ബോധം ഉണ്ടാവണം. കാരണം ബോധം പോയാൽ പിന്നെ ഒരു നിയമവും നിർദ്ദേശവും ഇല്ല. ഇനി വൃക്ഷങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, അപ്പൊ അതിലും എന്തുണ്ട്? ബോധമുണ്ട്. ഇത് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജെ.സി. ബോസ്. മനസ്സിലായില്ലേ? വൃക്ഷങ്ങൾക്കും മനസ്സുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജെ.സി. ബോസ്. അദ്ദേഹമാണ് ഈ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. അപ്പം പറഞ്ഞു വരുന്നത്, പ്രപഞ്ചം മുഴുവൻ ചലിക്കണമെങ്കിൽ അതിനെ നിയമവും നിർദ്ദേശവും നിയന്ത്രണമൊക്കെ നൽകുന്ന ഒരു ബോധം വേണം. അപ്പൊ കൃഷ്ണൻ പറയുന്നു, 8 പത്നിമാർ എൻ്റെ പത്നിമാരാണ്. അപ്പൊ കൃഷ്ണൻ ആരാണ്? അനന്തബോധമാണ്. അനന്തബോധത്തിലുള്ള, അനന്തബോധത്തിന്റെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലുമുള്ള 8 ചലനങ്ങളാണ് 8 ഭാര്യമാർ. മനസ്സിലാവുണ്ടോ? ഇതെന്തൊരു സയന്റിഫിക്കലിയാണ് എഴുതി വെച്ചിരിക്കുന്നത് അറിയാം. കഥകള് വെറുതെ ഒരു കൊട്ടക്കണക്ക് പറഞ്ഞാലേ കൃഷ്ണൻ 8 ഭാര്യമാരെന്നുള്ളത്. ഇതിനെ പറയാ അഷ്ടോ പ്രകൃതി. ഇനി നിങ്ങൾ ആ ശ്ലോകം ഒന്നുകൂടി വായിക്കും, ഗീതയിലെ 4, 4, 5 അഷ്ടോ പ്രകൃതി. സോറി, ഇതാണ് ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്നാ പ്രകൃതി അഷ്ടത. അടുത്ത വരി എന്താണ്? അടുത്ത വരി എന്താണ്? അപരേയമിതസ്തന്യാം പ്രകൃതിം യാന്തി രാം ജീവഭൂത മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. ഈ ജഗത്തിനെ മുഴുവൻ ഞാനാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഇതെല്ലാം എൻ്റെ പത്നിമാരാണ്. ഇന്ന് ആധുനിക ഫിസിക്സ് എത്തി നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. പ്രപഞ്ചം സ്വതന്ത്രമല്ല. പ്രപഞ്ചത്തിന്റെ ചലനത്തിന് താളമുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിന്റെ ഈ നിയമവ്യവസ്ഥ നിൽക്കുന്നത്, അതിൻ്റെ പിന്നിലൊരു ഇന്റലിജൻസ്, ഒരു ബോധം ഉണ്ടായേ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പൊ നിരീക്ഷകനിൽ നിന്നും വ്യത്യസ്തമായിട്ടല്ല നിരീക്ഷണം. നിരീക്ഷകനിലാണ് ഈ പ്രപഞ്ചത്തിന്റെ, അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തലയിൽ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇത്രയെങ്കിലും മനസ്സിലാക്കുക. ഒരു മാലയിലെ കണ്ണികൾ സ്വതന്ത്രമല്ല. അത് കോർത്ത് വെക്കാനൊരു, ചേർത്ത് വെക്കാനൊരു നൂലുള്ളത് പോലെ ഈ പ്രപഞ്ച വ്യവസ്ഥകൾ ഒരു നിയമപ്രകാരം ചേർത്ത് കോർത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇതെല്ലാം കോർത്തിരിക്കുന്നത് ഒരു ബോധമാകുന്ന നൂലിലാണ്. അപ്പൊ ബോധത്തെ അവഗണിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ പ്രപഞ്ചത്തോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കണം. ആരെ? ബോധത്തെക്കുറിച്ച്. ഇത് നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിച്ചതുമില്ല, ആരും പഠിപ്പിച്ചതുമില്ല. ഗീതയൊക്കെ ഇപ്പോഴേ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം. ഗീതയില് 9-ാം അധ്യായത്തില് 10-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നതൊക്കെയാണ് ഇനിയുള്ള ഫിസിക്സിന്റെ ഒക്കെ തിയറികൾ. ഇതൊക്കെ കൃഷ്ണൻ അന്നേ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള തിയറികളൊക്കെ അതാണ്. 9-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകത്തിൽ പറയും, മയാധ്യക്ഷേണ പ്രകൃതി
സൂയതേ സചരാചരം ഏതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. നിങ്ങൾ നോക്കുക ശ്ലോകമൊക്കെ എന്താ പറയുന്നത്? കൃഷ്ണൻ പറയുന്ന ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? എന്താ പറയുന്നത്? മയാ അധ്യക്ഷേന, എന്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി സൂയതേ വികസിക്കുന്നതും സങ്കോചിക്കുന്ന. സൂയതേ സചരാചരം. അപ്പൊ ഈ പ്രകൃതിയുടെ സങ്കോച വികാസങ്ങളൊക്കെ നടക്കുന്നത് എന്റെ അധ്യക്ഷതയിലാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ബോധമാകുന്ന ശക്തിയെ വിട്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ. പ്രപഞ്ച ചലനത്തിന് താളക്രമം ഉണ്ടോ? ആ താളക്രമം ഉണ്ടെങ്കിൽ താളം താളം എന്ന് പറഞ്ഞാൽ അതിനൊരു താളം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? വളരെ അടുക്കും ചിട്ടയോടും കൂടിയ ഒരു ചലനത്തെയാണ് നമ്മൾ എന്ത് പറയാ? താളക്രമം. അതായത് തോന്നിയതുപോലെ ചലിക്കില്ല, എല്ലാം ഒരു നമ്മൾ പറയുന്നത് താളത്തിലാണ്. അപ്പൊ താളം എന്ന് പറയുമ്പോൾ അതിൽ നിയമം കൂടിയേ പറ്റൂ. നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ചലിക്കണം, എത്ര ചലിക്കരുത്, ഒരു നിയന്ത്രണവും നിർദ്ദേശവും ഉണ്ടാവണം. എന്തുണ്ടാവണം? ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ ശരീരം അങ്ങനെ വളർന്നു വലുതായി ഒരു 55-60 വയസ്സ് വരെ തീർത്തു വീർത്തു. ഇതൊരു 60 വയസ്സ് വരെ തീർത്തു വീർക്കണം എന്നൊക്കെ ആരാ തീരുമാനിക്കുന്നത്? ഈ എല്ലിൻ കൂടാരമും, അതായത് നിങ്ങളുടെ സ്കെൽറ്റനോ, പിന്നെ ഈ സ്കെൽറ്റന്റെ മുകളിൽ കുറച്ച് മസിലുകളുണ്ട്, മാംസമുണ്ട്, അതിനെ കവർ ചെയ്ത തോലുകളുണ്ട്, അല്ലേ? എത്രയല്ലേ ഉള്ളൂ? ആണോ അല്ലയോ? റോട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കാണാറില്ലേ നിങ്ങള്? ഇല്ലേ? തൂക്കിയിട്ട് കാണാറില്ലേ? അതും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഉണ്ടോ? ഒരു മൃഗത്തിന്റെ ഉള്ളിലുള്ളതൊക്കെ തന്നെയാണ് കുടലുകളും മാലകളും ഒക്കെയാണ് ആരുടെ ഉള്ളിലുള്ളത്? മനുഷ്യന്റെ ഉള്ളിലുള്ളത്. ആണോ? അതിന്റെ ശരീരവും ചത്തുപോയാൽ ചീഞ്ഞളിഞ്ഞു പോവും. മനുഷ്യന്റെ ശരീരവും ചീഞ്ഞ മണത്ത് പുഴുവരിച്ചു പോവത്. ഇല്ലേ? കേൾക്കാറില്ലേ ഇതൊക്കെ? മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അറിയുന്ന ബോഡികളില്ലേ? ഒട്ടോ ഇല്ലയോ? ഇപ്പോഴും കഴിഞ്ഞ ദിവസത്തെ പത്രത്തില് ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും മരിച്ചു കിടക്കുകയാണ്. 6 ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോഴേക്കും ആ ബോഡി അങ്ങോട്ട് അത്ര ദുർഗന്ധമായി കഴിഞ്ഞു. അപ്പൊ അത്രയും അങ്ങനെയൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട് ഓരോ വീടുകളിൽ. ആരും അറിഞ്ഞില്ല അത്ര. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ പ്രപഞ്ചത്തിനൊരു നിയമ വ്യവസ്ഥ ഉണ്ട്. ആ നിയമം ഇരിക്കുന്നത് ആരിലാണ്? ബോധത്തിലാണ്. ബോധത്തെ വിട്ട് ഒരു പ്രപഞ്ചവും ഇല്ല. നോക്കൂ, മയാധ്യക്ഷേന പ്രകൃതി സൂയത്തെ. ഈ ഒരു ശ്ലോകങ്ങളൊക്കെയാണ് ഇനി സയൻസിന് ലോകത്തോട് വിളിച്ചു പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പരമസത്യം പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് കഥയിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. കൃഷ്ണനും കൃഷ്ണന്റെ 8 ഭാര്യ. ഇനി 16 എന്താണ്? 16 എന്നത് വികാരങ്ങളെ പറയാണ്. 16 ഹിന്ദുക്കൾക്കുണ്ട് ഇല്ലേ? ഷോഡശ സംസ്കാരം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഷോഡശ, ഈവൻ പൂജയിൽ ഷോഡശോപചാര പൂജ എന്നുണ്ട് അല്ലേ? അതുപോലെ 16 അടിയന്തരം എന്നൊക്കെ പറയില്ലേ ചിലപ്പം? അങ്ങനെ ഒരു ഭാഷ അല്ലേ? നിന്റെ 16 എന്താ പറയാ? നിന്റെ 16 അടിയന്തരമൊക്കെ തീർത്ത് കളയും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭാഷ പറയില്ലേ? ഈ 16 എന്നത് ശ്രദ്ധിക്കുക. 16 എന്നത് കൃഷ്ണൻ പറയും എന്താണ്? 16 എന്നത് വികാരത്തെ സൂചിപ്പിക്കുകയാണ്. ഏതിനെ? വികാരം. 16 വികാരത്തിന്റെ പ്രതീകമാണ്. അപ്പോ ഇങ്ങനെ 16,000 എന്നാൽ അനേകായിരം വികാരങ്ങളും 8 പ്രകൃതിയും, ഇതൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. ഇതൊന്നുകൂടി കൺഫർമേഷൻ ചെയ്യാൻ ഭാഗവതത്തില് 7-ാം സ്കന്ധത്തില് നമുക്ക് 7-ാം അധ്യായത്തിന് 22-ാം ശ്ലോകത്തില് നമുക്ക് കാണാൻ സാധിക്കും. 7-ൽ 22 ഭാഗവതം അവിടെ പറയും, അഷ്ടോ പ്രകൃതയ ത്രയേവ ഹി തദ്ഗുണ
വികാര ഷോഡശാചാര്യ പുമാൻ ഏക ഈയതേ. അതൊരു ഗംഭീരമായ ശ്ലോകമാണ്. 7-ാം സ്കന്ധം 7-ാം അധ്യായം 22-ാം ശ്ലോകം. അവിടെ പറയുന്ന വരികൾ ഇതാണ്: അഷ്ടൗ പ്രകൃതയാണ്, 8 പ്രകൃതികളുണ്ട്. ത്രയ ഏവഹി തദ്ഗുണ. ത്രയം 3. ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. വികാര ഷോഡശ. ഷോഡശം എന്ന് പറഞ്ഞാൽ 16. 16,000 ചിന്തകള്. ഇതെല്ലാം ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്ന ഒരേ ബോധം. പുമാൻ ഏകീയത്തെ. ഒരേ ബോധസത്തയിലാണ് ഇതൊക്കെ ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടല്ലോ വികാരങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നവരാണ്. പക്ഷെ ഇതെല്ലാം ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്നത് ഒരു ബോധത്തിലാണ്. അതിൻ്റെ ശക്തിയെ, അതിൻ്റെ സാധ്യതകളെ, അതിൻ്റെ കഴിവിനെ കുറിച്ച് നമ്മൾ ആരും മനസ്സിലാക്കാത്തത് കൊണ്ട് പട്ടുനൂൽ പുഴുവിനെ പോലെ നമ്മുടെ ചിന്തകളെ കൊണ്ട് നമ്മളെ തന്നെ കുരുക്കി 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 അവസാനം പ്രായമാകുമ്പോൾ ചിന്തകളുടെ പിടിയിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാതെ കുറേ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒന്നുകിൽ അൽഷീമേഴ്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഡിമെൻഷ്യ ഉണ്ടാക്കും, അല്ലെങ്കിൽ വല്ല പാർക്കിൻസൺ രോഗം ഉണ്ടാക്കും. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളാക്കി നമ്മൾ ഇവിടുന്ന് നരകിച്ച് ചത്തുപോകും. അപ്പൊ ഈ മനസ്സിന്റെ പിടിയിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ എന്ത് വേണം? ആ ചിന്തകളിൽ നിന്നും പുറത്ത് കടക്കാൻ, ബോധത്തിലേക്ക് ഉയരാൻ നമ്മൾ ചില അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് നടന്നാൽ ചിന്തകളുടെ പിടിയിൽ നിന്നും നമുക്ക് ക്രമേണ ക്രമേണ പുറത്ത് കടക്കാം. കൃഷ്ണനിലേക്ക് വരണം. നമ്മളിപ്പോ കൃഷ്ണ ഭക്തിമാരുടെ കൂടെയാണ് ജീവിക്കുന്നത്. 16,008 എന്ന് പറയുന്നത് 16,000 വികാരവും 8 പ്രകൃതിയും. അതിൽ കുരുങ്ങിക്കിടക്കുന്ന ജീവനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള കഥയാണ് കൃഷ്ണന്റെ 16,008 വിവാഹം എന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇത്രയും മതി. ഇതൊരു വലിയൊരു പഠനം നടത്തേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ കഥയും കഥയല്ല. ഭാഗവതം ഒരു കഥയാക്കി മാറ്റിയതാണ് നമുക്ക് പറ്റിയൊരു വീഴ്ച. കഥയിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു സയൻസ് ഉൾക്കൊള്ളാൻ അതിനെ വ്യാഖ്യാനിക്കണം, അത്രയേ ഉള്ളൂ. അതാണ് പുരാ നവം. പുരാ എന്ന് പറഞ്ഞാൽ പഴയ കഥയാണ്. പക്ഷെ നവമായ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങളെ കഥയിൽ നിന്ന് എടുക്കാൻ പറ്റുമ്പോഴാണ് പുരാണം പ്രായോഗികമാവുന്നത്. അല്ലെങ്കിൽ പുരാണം തന്നെ മാറും. എനിക്ക് നിങ്ങളുടെ പുരാണമൊന്നും കേൾക്കണ്ടെന്ന് പറയില്ലേ ചിലര്. എനിക്ക് നിങ്ങളുടെ പുരാണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴങ്കഥ കേൾക്കേണ്ടതാണ്. ആ പഴയ കഥകൾ കേട്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? പിന്നത്തെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനെ അതെങ്ങനെ നമുക്ക് കുറേയും കൂടിയും കരുത്തുള്ളതാക്കാം, പോസിറ്റീവാക്കാം, നമ്മൾ ഓരോ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഇപ്പോഴേ പരിഹരിക്കാം, അതിനൊക്കെ നമുക്ക് ഭാഗവതം വഴി കാണിക്കുകയാണ്. അപ്പൊ ഇവിടെ ഉപസംഹരിപ്പിക്കാം. നാരായണജിയോടെ എത്തിയിട്ടുണ്ട് പന്തളം കൊട്ടാരത്തിലെ. അപ്പം നമുക്ക് ഇന്നൊരു വളരെ നല്ലൊരു ദിവസമാണ്. അപ്പം നമുക്ക് നാരായണജി ആദരിക്കുന്ന ഒരു ചടങ്ങ് അപ്പോ നമുക്ക് അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യമുള്ള ഈ പവിത്ര ക്ഷേത്രത്തില് പന്തളം കൊട്ടാരത്തിൽ ജനിച്ച മണികണ്ഠന്റെ ആ പ്രതിനിധികളായി ഇപ്പോഴും ആ പാരമ്പര്യം തുടരുന്നു. അപ്പോ നമ്മുടെ ഈ സപ്താഹത്തിന്റെ ഈ ധന്യമുഹൂർത്തത്തില് ആ ഒരു പ്രാതിനിധ്യത്തെ നമുക്ക് ഇവിടെ സാന്നിധ്യത്തിൽ നാരായണജിയുടെ സാന്നിധ്യം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അയ്യപ്പസ്വാമിയുടെ ആ പ്രതിനിധി തന്നെയാണ് കൊട്ടാരത്തിൽ നിന്ന് ആര് വരുമ്പോഴും നമ്മളെല്ലാവരും അക്കാര്യത്തിൽ അനുഗ്രഹീതരാണ്. സ്വാമി ശരണം. ഗുരുവായൂരപ്പ. പുണർദം തിരുനാൾ നാരായണവർമ്മ തമ്പുരാവിനെ പന്തളം രാജപ്രതിനിധി അവർകളെ നമ്മുടെ ഭാഗവത ആചാര്യൻ ഉദിചൈതന്യ അവർകൾ ആദരിക്കുകയാണ്. അയ്യപ്പസ്വാമിയുടെ പ്രതിസ്ഥാനീയനായ തമ്പുരാനെ, നമ്മുടെ എല്ലാവരുടെയും തമ്പുരാനായ പന്തളം കൊട്ടാരത്തിലെ പുണർദം തിരുനാൾ മഹാരാജാവിനെ നമ്മുടെ ഭാഗവത ആചാര്യൻ ആദരിക്കുകയാണ്.
എല്ലാവരും അദ്ദേഹത്തിന് ആദരപൂർവം കൊടുക്കുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. സ്വാമി ശരണം, സ്വാമി ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് സജ്ജനങ്ങളെ, ഞാൻ ഇന്ന് പെരുമ്പാവൂരെത്തിയപ്പോൾ ഏറ്റവും മംഗളകരമായ ഒരു അനുഭൂതിയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഇന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. അയ്യപ്പ സ്വാമിയുടെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ പരിപാവനമായ പുണ്യഭൂമിയിൽ ഇന്ന് ഉദിച്ചന്യാജിയുടെ സപ്താഹം നടക്കുന്നു എന്ന് ഞാൻ സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നേരത്തെ എത്തിയേനെ. എനിക്ക് കുറച്ച് വൈകിപ്പോയി. കാരണം അദ്ദേഹത്തിൻ്റെ സപ്താഹം എവിടെയാണെങ്കിൽ പോലും എൻ്റെ സമീപദേശങ്ങളിലെല്ലാം അന്വേഷിച്ച് ഞങ്ങൾ പോയി കേൾക്കാറുണ്ട്. ആ സജ്ജനങ്ങളായ എല്ലാവരും ഒത്തുകൂടുന്ന ആ അദ്ദേഹത്തിൻ്റെ സപ്താഹത്തിലും, അതുകൂടാതെ നമ്മുടെ ഭാഗവതത്തിനെ ഏത് രീതിയിൽ ഇപ്പോഴത്തെ നമ്മുടെ ജീവിത രീതിയുമായിട്ട് കോർത്തിണക്കിക്കൊണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള ആ ഒരു ശൈലിയിൽ ഈ സപ്താഹം നടത്തുന്ന അദ്ദേഹത്തിന് നമ്മുടെ സമാജത്തിലും നമ്മുടെ സനാതന ധർമ്മത്തിലും ഒരു പുണ്യമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. തീർച്ചയായിട്ടും പെരുമ്പാവൂരിൻ്റെ മണ്ണിൽ ഈ ഈ സങ്കേതത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സപ്താഹം എനിക്ക് തോന്നുന്നു ഇന്ന് 6-ാം ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും മംഗളകരമായ ഈ ശുഭമുഹൂർത്തത്തിൽ എനിക്ക് ഇവിടെ എത്തിച്ചേരാനും നിങ്ങളെയൊക്കെ കാണാനും പ്രത്യേകിച്ച് സ്വാമിജിയുടെ അനുഗ്രഹം ലഭിക്കുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെയും ഗുരുവായൂരപ്പൻ്റെയും എല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സകല മംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ.